അപ്പോൾ തിരിച്ചു വരാം. വെൽക്കം ടു ടുഡേ സെഷൻ. എല്ലാവരെയും ഇന്നത്തെ സെഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ 5 മിനിറ്റോളം സമയമെടുത്ത് നിങ്ങൾക്കൊരു ശരീരമുണ്ടെന്നും ആ ശരീരത്തിൽ കുറേ ഭാഗങ്ങളുണ്ടെന്നും അതിൽ വേദനിക്കാത്ത ഭാഗങ്ങളുണ്ടെന്നും വേദനിക്കുന്ന ചില അവയവങ്ങളുണ്ടെന്നും ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി അല്ലേ? കാലിലെ വിരലുകളൊക്കെ ശ്രദ്ധിച്ചിട്ട് എത്രയോ കാലങ്ങളായിട്ടുണ്ടാവും. അങ്ങനെ കാലിൽ 10 വിരലുകൾ തന്നെ എനിക്കുണ്ട് എന്നും ആ കാൽ പാദം ഉണ്ടെന്നും പാദം കൃത്യമായി ഉണ്ടെന്നും സ്റ്റെപ്പുകൾ കയറുമ്പോൾ മാത്രമല്ല മുട്ട അവിടെ ഉള്ളതെന്നും ഇങ്ങനെ ഇരിക്കുമ്പോഴും മുട്ട അവിടെ ഉണ്ട് എന്നൊക്കെ ഒന്ന് മനസ്സിലായല്ലേ? ഇതൊന്ന് മനസ്സിലാക്കണം. സ്വന്തം ശരീരത്തിൽ ഇത്രയും കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, പറയാൻ പോകുന്ന കാര്യം ഈ ശരീരത്തെ പറ്റിയല്ല. ഇതിനപ്പുറത്തും മറ്റു ചില ശരീരങ്ങളുണ്ട്. ആ ശരീരവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ മുട്ടുവേദന, കാലുവേദന, കൈവേദന, ദേഹവേദന, പിന്നെ നടുവേദന ഇത്യാദി വേദനകളൊക്കെ ഈ ശരീരത്തിലുണ്ടെങ്കിൽ തന്നെ ഇതിന്റെ അകത്തുമുള്ള മറ്റു ശരീരത്തിലും ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാകും. ആ ഉണ്ടാകുന്നത് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? എന്ത് കാര്യത്തിൽ മാറ്റം വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ചെറിയ വിഷയങ്ങൾ നമുക്കുണ്ടെന്ന് മനസ്സിലാക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഇപ്പോൾ ഈ സമയത്ത് ഒരു ചെറിയ രീതിയിലേക്ക് ഒരു അവയർനെസ്സിലേക്ക് കൊണ്ടുപോയത്. താങ്ക് യു, വെൽക്കം. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വളരെ 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 നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് നൽകുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിലേക്ക് നമുക്ക് പോകാം. പക്ഷെ അതിനു മുമ്പ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഒരു ടെക്നിക്കുകളോ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ ചില തിരിച്ചറിവുകൾ നടത്താനുള്ള പരിപാടിയാണ്. ആ തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ ഞാനിത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടായാൽ തന്നെ വലിയ ഭാഗ്യമാണ്. ആ തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞിട്ട് അതിന് നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ, അതിന് വേണ്ടുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ആണ് പണത്തിന് നമുക്കുള്ള ബുദ്ധിമുട്ട് ഉടനെ പരിഹരിക്കാൻ പറ്റുന്ന വിദ്യ പഠിക്കാൻ പറ്റുക. അല്ലെങ്കിൽ ആ വിദ്യ പഠിക്കാൻ പറ്റില്ല. വാൾപ്പയറ്റ്, കളരിപ്പയറ്റ് ഇത്യാദികളൊക്കെ പഠിക്കണമെങ്കിൽ അതിനു മുമ്പ് കളരിയിലെ രീതി എന്താണെന്ന് അറിയണം, കളരി എന്താണെന്ന് അറിയണം അല്ലെ? അല്ലെങ്കിൽ എങ്ങനെയാണ് വാള് പിടിക്കേണ്ടതെങ്കിലും അറിയണം. അതുപോലും അറിയാതെ കളരിപ്പയറ്റിന് പോകുന്ന അവസ്ഥയാണ് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഓടുന്നവന്റെ അവസ്ഥ. അല്ലെങ്കിൽ പണമുണ്ടാക്കാൻ പണമില്ല എന്ന് പറയുന്നവന്റെ അവസ്ഥ. ഈ പണം എങ്ങനെ കയ്യിൽ പിടിക്കണം എന്ന് പോലും അറിയാത്തതല്ലേ എന്നുള്ള ഒരു ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിൽ തയ്യാറായി കേൾക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 1 മിനിറ്റ് സംസാരിക്കാൻ സമയം തരാം. വലിയ ഹാപ്പി ന്യൂസ് ഉള്ളവരൊന്ന് ഷെയർ ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് പോകും. ഒന്ന് പെട്ടെന്ന് പോകണം. ഇന്ന് 2-3 ക്ലാസ്സുകൾ വേറെയുണ്ട്. അപ്പൊ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വലിയ ഹാപ്പിനെസ് പറയാനുള്ളവർ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. പറയൂ ആതിര. ഓക്കെ ആയിട്ട് തിരിച്ചു വന്നു സാർ. എന്റെ ഹെൽത്ത് ഒക്കെ ഓക്കെയാണ്. എല്ലാം വളരെയധികം നന്ദിയുണ്ട് സാർ. എല്ലാം ഓക്കെ സാർ, എല്ലാം. താങ്ക് യു സാർ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു സാർ. പിന്നെ അടുത്താണ്. ഹലോ സാർ. ഷീല സാറേ, പറഞ്ഞോളൂ. എനിക്ക് നെഞ്ചിന് ഭയങ്കരമായിട്ട് പ്രയാസം സാറേ. മെഡിറ്റേഷൻ ഒന്നും ചെയ്തിട്ട് എനിക്ക് ശ്വാസം അങ്ങോട്ട് പിടിക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം. ഞാൻ മാഡത്തിനെ വിളിച്ച് ഞാൻ പറഞ്ഞായിരുന്നു ഇതോണം എനിക്ക് പറ്റത്തില്ല, എങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ചേരുവാന്ന് പറഞ്ഞു. എന്താ പറയുന്നത് കേൾക്കുന്നില്ല. ഇത്ര സൗണ്ടേ ഉള്ളു സാർ, ഇത്ര സൗണ്ടേ ഉള്ളു. ഇപ്പൊ കേക്കണോ? എന്താ വിഷയം? ഹലോ, എനിക്ക് കടത്തിന്റെ പ്രയാസം ഉണ്ടായിരുന്നു സാറേ. എനിക്ക് 4 പെങ്കൊച്ചുങ്ങളാ. ഞാൻ പെങ്കൊച്ചുങ്ങളെയൊക്കെ കെട്ടിച്ചിട്ട് ഇച്ചിരി കടമുണ്ട്. അതിൽ എനിക്ക് ആ കടം അങ്ങോട്ട് വീട്ടാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് നെഞ്ചിന് ഭയങ്കരമായിട്ട് പ്രയാസം. നെഞ്ച് അതുകൊണ്ട് എനിക്കിങ്ങനെ എന്തോ ഇതിന് ചേർന്നാലും എൻ്റെ മൈൻഡ് വേറെ പോണം സാറേ. എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ ശ്വാസം അങ്ങോട്ട് പിടിച്ചിട്ട് വിടാൻ എൻ്റെ ശരീരം കൊണ്ട് ഒന്നും അറിയാൻ പറ്റില്ല. ഒരു മൂവിൻ്റെ ക്ലാസ്സിന് കയറിയിരുന്നു. അപ്പം എനിക്ക് ശരീരം കാല് കഴിച്ചിട്ട് കൈ അഴിച്ചിട്ട് മാറിപ്പോയി. പിന്നെ എനിക്ക് പറ്റാത്ത ഒരിത് സാറേ. എന്താ അതിനെ ചെയ്യേണ്ടത്?
ഈ കടത്തിന്റെ ഒരു കൊണ്ട് എനിക്ക് ഉറക്കമെന്ന് പറയുന്നത് എനിക്കില്ല. പിന്നെ എന്തുവാ ഈ യോഗയുടെ അത് ഞാൻ കണ്ടായിരുന്നു. അന്ന് ഇച്ചിരി നേരം ഇങ്ങനെ ചെയ്ത് ഉറക്കത്തിന്റെ അന്ന് ഞാൻ ലേശുറങ്ങി. പക്ഷെ എങ്കിലും എൻ്റെ മൈൻഡ് വേറെ പോവുകയാണ്. ഭയങ്കരമായിട്ട് ഞാൻ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ മക്കളുടെ കല്യാണം കഴിഞ്ഞാൽ ഇത്ര കടം ഇരിക്കുന്നോണ്ടായിരിക്കാം എനിക്ക് എന്തോ ഒരു വല്ലാത്തത്. ഞാൻ വീട്ടിൽ ജോലിക്ക് പോകുന്ന വ്യക്തിയാണ്. ശരി, ഞാനില്ലല്ലോ സംസാരിക്കാൻ. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്ന വിഷയവും ഷീല ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളും രണ്ടും ഒന്നായതുകൊണ്ടാണ് വളരെ കോയിൻസിഡൻസ് ആയി വന്നതാണ്. എന്താണോ ഞാൻ പറഞ്ഞ് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കാൻ പോകുന്ന കാര്യം, പണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പണത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്ന യഥാർത്ഥ വിഷയം എന്താണ് എന്ന് പറയാനാണ് ഇന്നത്തെ ഈ ക്ലാസ് ഞാൻ ഉദ്ദേശിച്ചത്. അതേ തന്നെയാണ്, അതേ രീതി, ആ അനുഭവം തന്നെയാണ് ഷീല ഇപ്പൊ അനുഭവിച്ചു കൊണ്ടുവരുന്നതും ഷീല പറഞ്ഞതും. അതായത് ഷീല പറഞ്ഞത് മറ്റുള്ളവർക്ക് ശ്രദ്ധ കേട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. സാറ് 4 മക്കളുടെയും കല്യാണം കഴിച്ചു കൊടുത്തു. അതുകൊണ്ട് ഞാൻ സാമ്പത്തിക ബാധ്യതപ്പെട്ടത് കൊണ്ട് എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് നേരെ ചെവിയ ശ്വാസോച്ഛ്വാസം കഴിക്കാൻ പറ്റുന്നില്ല. ശ്വാസോച്ഛ്വാസം കഴിക്കുമ്പോൾ പോലും വിമ്മിഷ്ടം അനുഭവപ്പെടുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇതാണ് രക്തചുരുക്കം. ഞാൻ ഏത് ക്ലാസ് എടുത്താലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മെഡിറ്റേഷൻ ഞാൻ ജോയിൻ ചെയ്തു, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. രാവിലത്തെ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇതെല്ലാം എന്നെ ഈവൻ ശബ്ദം പോലും പുറത്തു വരാത്തടത്തേക്ക് അത്രയും അവസ്ഥയിലേക്ക് ഷീല എത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇത് ഒറ്റ വാക്കിൽ ഒരു മറുപടി പറയുന്നത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ഉത്തരം പറയൂ. യെസ്, നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഹാപ്പി ആൻഡ് റെഡി എന്ന് പറഞ്ഞോളൂ. എന്നിട്ട് രണ്ടാമത്തെ ഹാപ്പി ആൻഡ് റെഡി ആയിക്കോളൂ, പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. എന്നിട്ട് നമുക്ക് ചോദിക്കാം, ഇപ്പൊ ഷീല ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഒറ്റ വാക്കിൽ പറയാനോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉത്തരം കൊടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ രണ്ടാമതായി പറയണം. ആദ്യം ഹാപ്പി ആൻഡ് റെഡി ആയിക്കോട്ടെ എല്ലാവരും. കമോൺ ഫാസ്റ്റ്. ഒരുപാട് സമയമുണ്ട്, സമയത്തിന്റെ അല്ലെ. നേരത്തെ നിങ്ങൾ എല്ലാവരും യോഗയൊക്കെ കഴിഞ്ഞ് മെഡിറ്റേഷൻ കഴിഞ്ഞിരിക്കുന്നവരാണ് അധികം അല്ലെ. യെസ്. ഇവിടെ ഏറ്റവും വലിയ ഞാൻ അനുഭവിച്ചു പോകുന്ന ഏറ്റവും വലിയ വിഷയം എന്താണെന്നറിയോ? നിങ്ങൾ ചോദിക്കാൻ വരുന്ന കാര്യവും ഞാൻ പറയാൻ പോകുന്ന കാര്യവും ഏകദേശം എപ്പോഴും പൊതുവെ ഒന്ന് തന്നെ ആയി പോകുന്നു എന്നുള്ള. അത് എങ്ങനെയാ അതിനൊക്കെ പറയുക, എന്താണ് അതിന് മറുപടി പറയാന്നൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഇതേ കാര്യം ഇപ്പൊ വരുമ്പോ വണ്ടിയിൽ വരുമ്പോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വന്നതായിരുന്നു. പറയാൻ ജസ്റ്റ് എന്താണ് ഇതിനെപ്പറ്റി പറയണ്ടേ എന്നുള്ളതിനെ പറ്റി പറയാം. അതേ കാര്യം തന്നെയാണ് ഞാൻ മറ്റു രൂപത്തിലാണ് പറയുന്നതേ ഉള്ളൂ. ഇതേ കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ റെഡി. അപ്പൊ ഞാൻ ചോദ്യം ഇതാണ്, ഇപ്പോൾ ഷീല ചോദിച്ച കാര്യം, അതായത് സാമ്പത്തികമായ ബാധ്യതയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായി എന്നെ ശ്വാസോച്ഛ്വാസം പോലും നേരെ ചെയ്യാം, ബാക്കിയെല്ലാം പറഞ്ഞാൽ സ്വസ്ഥതയില്ലാത്ത അവസ്ഥയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. എനിക്ക് ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ ശ്വാസോച്ഛ്വാസം പോലും നേരെ നടക്കുന്നില്ല. ഇതിനെന്താണ് സാറേ പോംവഴി എന്ന് പറയുന്നത്? ഇത് ഒറ്റ വാക്കിൽ എനിക്ക് ഒരു ക്ലാസ്സിൽ വെച്ച് പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റുന്ന കാര്യമാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ആണോ അല്ലയോ? അപ്പൊ നിങ്ങൾ യെസ് ഓർ നോ എന്ന് പറയും. യെസ്, എല്ലാവർക്കും ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഒറ്റ വാക്കിൽ മറുപടി സാധ്യമല്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ അനുഭവത്തെ പറ്റി ഒന്ന് മനസ്സിലാക്കി പോകണം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് ശരീരത്തിലെ ഒന്ന് സ്വസ്ഥമായിരിക്കൂ എന്ന് പറഞ്ഞ്, ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഈ തിരക്കിൽ നെട്ടോട്ടമോടുന്നതിൻ്റെ ഇടയിൽ എത്ര തവണ നമുക്ക് കാലുകളിലെ വിരലുകളെ അറിയാം, കയ്യിലെ വിരലുകളെ അറിയാം,
കൈകാലുകൾ ഉണ്ട് എന്ന് പോലും അറിയുന്നത് എവിടെയെങ്കിലും വേദന നമുക്ക് വരുമ്പോൾ മാത്രമാണ്, അല്ലേ? ശരീരത്തിൽ എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ, നമുക്ക് പല്ല് വേദന വരുമ്പോഴാണ് പല്ല് നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുവരെ പല്ല് എവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ നെവർ മൈൻഡാണ് ഈ സാധനം. ഒരു വേദന വന്നാൽ മാത്രമേ അത് നമ്മൾക്ക് ഉണ്ട് എന്ന് നമ്മൾ, ഇതല്ലേ മനുഷ്യൻ? ആം ഐ റൈറ്റ് ഓർ നോട്ട്? ഇതല്ലേ ശരി? നമുക്ക് കാല് വേദന വന്ന കാലാ ശരിയാണ്, ഈ കാല് എനിക്ക് ഉണ്ടായിരുന്നല്ലേ എന്ന് ഓർക്കുന്ന, കൈവേദന വന്ന കൈ ഓർക്കും, പല്ല് വേദന വന്ന പല്ലിനെ ഓർക്കും. വീട്ടില് മക്കളൊന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി 2 ദിവസം മിണ്ടാതിരുന്നാൽ മക്കൾ ഉണ്ടല്ലോ, ഇതെന്റെ മക്കളാണെന്നല്ലോ ഒന്ന് ഓർമ്മ വരും. ഭർത്താവോ ഭാര്യയോ ഒന്ന് അടി കൂടിയാൽ ഇത് ഇങ്ങനെ ഒരാള് വീട്ടിലുണ്ട് എന്ന് ഓർമ്മ വരും. ഇതാണ് മനുഷ്യൻ, അല്ലേ? ഇതാണ് മനുഷ്യൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന കോട്ട് എല്ലാ ദിവസവും ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് വലിയ വിലയൊന്നുമില്ല. 4 ദിവസം എനിക്ക് കോട്ട് കിട്ടാതെ ഞാൻ സാധാരണ ഷർട്ട് ഇട്ടിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, സാറേ കോട്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കോട്ടിന്റെ വില അറിയും. അല്ലാത്തടത്തോളം കോട്ടിന് ഒരു വിലയില്ല, അല്ലേ? ഇത് യാഥാർത്ഥ്യമാണ്, ഇത് സത്യമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനെ പറ്റിയിട്ട് മാത്രം ഞാൻ പറയുമ്പോൾ, നമ്മുടെ തൊട്ടടുത്ത ബന്ധങ്ങളെ പറ്റിയിട്ട് മാത്രം നമ്മൾ പറയുമ്പോൾ, നമ്മൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന ഈ അനുഭവവും അല്ലെങ്കിൽ സമ്പത്തിനെ പറ്റിയിട്ടുള്ള അനുഭവവും എന്താണ് നൽകുന്നത്? ഇപ്പോൾ ഷീലക്ക് അത് ഭയമാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് വല്ലാത്ത പേടിയാണ്, ആങ്സൈറ്റിയാണ്. അപ്പോൾ ആ സാധനം എന്തായിരിക്കും ചെയ്യുക? നിങ്ങൾക്ക് ഒരു കാര്യത്തെ ഇഷ്ടമല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ ഭയത്തോടെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അയാൾ കാണുന്നിടത്ത് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പേടികൾ, അവർ പറയാം നിങ്ങൾക്ക് രാക്ഷസനെ പേടിയാണ്, എല്ലാവർക്കും പേടിയാണ്, അല്ലേ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? രാക്ഷസന്റെ മുമ്പിലൂടെ എന്നും പോവോ? രാക്ഷസനെ കാണാതെ ഒളിച്ച് നടക്കുവോ? ഇതല്ലേ ചെയ്യുള്ളൂ? ഒളിച്ച് നടക്കും, അല്ലേ? ഒളിച്ച് പിന്നെ ആ വഴിക്ക് പോവില്ല. പണ്ട് നമ്മൾ പറയുന്നത്, കാവുകളൊക്കെ നാട്ടിലുണ്ടാകുമ്പോ, കാവും തെയ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ, ആ ഭാഗത്തെ പോകാനൊക്കെ പേടി ഉണ്ടാവും. അപ്പൊ രാത്രിയൊന്നും ആ വഴിക്ക് സഞ്ചാരം നടത്തൂല, ഒതുങ്ങി മറ്റൊരു വഴിക്കൊക്കെ പോകും. ഇതൊരു മനുഷ്യന്റെ ഒരു സൈക്കോളജിക്കൽ വിഷയം. അപ്പോ ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. സമ്പത്തിനെ പറ്റി തന്നെ മനസ്സിലാക്കുക. എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം? എന്താണ് സാമ്പത്തികമായ പ്രശ്നം എന്ന് പറയുന്നത്, വിഷയം എന്ന് പറയുന്നത്? എവിടെയാണ് നമുക്ക് സംഭവിക്കുന്നത്? എവിടെ വെച്ച് മുതലാണ് ഈ സംഭവം നടക്കുന്നത്? നിങ്ങൾ നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ് ക്ലാസ് പഠിച്ചിട്ടുണ്ട്, അതിൽ നിങ്ങൾ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ വളരെ കൃത്യമായി നമ്മുടെ 10 മാലിന്യങ്ങളെ പറ്റി പറയുന്നത്. ഇതെന്താന്ന് വെച്ചാൽ, ഇത് പറയണമെന്ന് വെച്ചാൽ വീണ്ടും 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 നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞേ. അതുകൊണ്ടാണ് ഷീലയോട് പറഞ്ഞത് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റില്ല, ഇത് കുറച്ച് തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാവണമെന്നും. 10 മാലിന്യങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എനർജിയെ പറ്റി പറയാം. നിങ്ങൾക്കറിയാം, ഈ ലോകം മുഴുവൻ എനർജിയിലാണ് മുമ്പിലോട്ട് പോകുന്നതെന്ന് അറിയാം. എല്ലാം എനർജിയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന എനർജി, ഞാനിപ്പോൾ ഇവിടെ ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജി, ഞാനിവിടെ അറിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വേറൊരു എനർജി, അല്ലേ? ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. ഒരു നിമിഷം കൊണ്ട് ഷിഫ്റ്റ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഞാനിപ്പോ ഇവിടെ നിന്ന് കരയാൻ വേണ്ടിയിട്ട് എന്റെ വോയിസ് മാറ്റിയപ്പോ നിങ്ങൾക്ക് സങ്കടം വന്നിട്ടില്ല, ഛേ ഇതെന്താ സാറ് ഇങ്ങനെ എന്നുള്ളൊരു തോന്നൽ തോന്നി, അല്ലേ? ഇനി ഞാനിവിടെ ഇരുന്ന് കരഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇരുന്ന് കരയും. എന്താണ് കാരണം നിങ്ങൾക്ക് ആർക്കും അറിയേണ്ട ആവശ്യമില്ല. ഞാനിവിടെ നിന്ന് ഉറക്കെ പൊട്ടിച്ചിരിച്ചാൽ നിങ്ങളും വെറുതെ ചിരിക്കും. എന്താണെന്നറിയോ? കാരണമൊന്നും നിങ്ങൾക്ക് അറിയണ്ട. കാരണം ഞാൻ ഇവിടുന്ന് നൽകുന്ന എനർജി എന്താണോ, ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കുന്ന എനർജി, അത് നിങ്ങളിലും എത്തും. നിങ്ങൾ അതേപോലെ ആക്ട് ചെയ്യും. ഞാൻ ഇവിടെ നിന്നിട്ട് ഒന്നും ഒരൊറ്റ വാക്ക് മിണ്ടാതെ ഇവിടുന്ന് ചാടാൻ തുടങ്ങിയാൽ, ചാടിക്കോ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ഇരുന്ന് ചാടും. എന്തിനാ ചാടുന്ന ഒന്നും നമുക്കൊരു വിഷയമല്ല, നമ്മൾ ചാടും. ചാടിക്കോ ചാടിക്കോ, അല്ലേ? ഇതല്ലേ സംഭവിക്കുന്നത്. നല്ല പാട്ട് കേട്ട് കഴിഞ്ഞാൽ പാട്ടിന്റെ വരിയെ പറ്റി ലജ്ജാവതിയെ എന്റെ കള്ളക്കണി, എന്ത് കള്ളക്കണക്കടി ഏടെ കള്ളക്കണി, നമ്മളും ചാടും, ഇല്ലേ? പിന്നെ മറ്റാരെന്തോ ജിമ്മി കമ്മല് കട്ടുകൊണ്ട് പോയപ്പോഴും നമ്മൾ ചാടി. പറഞ്ഞെന്താ? നമ്മളെ വീട്ടിലെ ജിമ്മിൽ കപ്പല് നമ്മളെ മോൻ കള്ളു കുടിക്കാൻ കൊണ്ടുപോയി വിറ്റു വന്നാൽ അതൊന്നും നമുക്കൊരു വിഷയമല്ല, നമ്മൾ ചാടും. ഇത്രയേ ഉള്ളൂ. അപ്പോ ഈ ഇമോഷൻ എനർജി എന്ന് പറയുന്നത് ഇത്രയും ലളിതമായ കാര്യമാണ്. നമ്മൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന എനർജി അനുസരിച്ച് നമ്മുടെ ഭാവങ്ങളൊക്കെ മാറും, എല്ലാം മാറും. ചിരിക്കാൻ വിചാരിച്ചാൽ നിങ്ങൾ അകത്തുനിന്ന് ചിരി വരണമെന്നൊന്നുമില്ല, ചിരിക്കാൻ പറ്റിയ സാധനത്തെ കണ്ടാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കുക, കുരങ്ങിനെ കണ്ടാൽ നിങ്ങൾ ചിരിക്കോ കരയോ? ആ കുരങ്ങ് മാന്തോ നിങ്ങൾക്ക് അറിയാം,
ആ കുരങ്ങ് എന്ത് കുരുത്തക്കേട് കാണിക്കും നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് കുരങ്ങിനെ കാണുമ്പോൾ ആദ്യം എന്താ വരുന്നത്? ചിരിയാണല്ലേ. കാരണം അതിന്റെ കളി അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷെ ചിലപ്പോൾ ആ കുരങ്ങ് നമ്മളുടെ ബാഗ് മൊത്തം എടുത്തോണ്ട് പോകും. എന്നിട്ട് പോലും നമ്മൾ കുരങ്ങിനെ കാണുമ്പോൾ ദേഷ്യപ്പെടാണ്ട് നമ്മള്. എന്തുകൊണ്ടാ? അത് കുരങ്ങ് അങ്ങനെയാണെന്നുള്ള ബോധം നമുക്കുള്ളത് കൊണ്ടല്ലേ. അല്ലെങ്കിൽ വരുമോ? ഒരു കുരങ്ങിനെയും ഒരു ചിമ്പാൻസിയും നമ്മൾ ഒന്നിച്ച് കാണുകയാണ്. ചിമ്പാൻസി പൊതുവെ പാവാണ്, ആരെ ആക്രമിച്ച് പൊതുവെ കുറവാണെന്നത്. കുരങ്ങ് പല സാധനം പഴവും മധു ഇതൊക്കെ എടുത്തോണ്ട്. നിങ്ങൾ ഏതിനെ പേടിക്കുക? അല്ലേ? ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച ചില കോൺസെപ്റ്റുകളാണ്, ഐഡിയകളാണ്. ഇപ്പൊ അതെന്തുകൊണ്ടാണ് ഈ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെന്താ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ പണം എന്ന് പറയുന്നത് നമുക്ക് ഇത്ര വലിയ മാറുന്നത്? പക്ഷെ പണം വലിയ വിഷയമല്ല കേട്ടോ. പണത്തിനേക്കാളും വലിയ വിഷയം ഉണ്ടായിട്ടും ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഒരു കിഡ്നി ഇല്ലാത്തവന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഹൃദയത്തിൽ അല്ലെങ്കിൽ ഹാർട്ടിൽ 2 ഹോൾ ഉള്ളവന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവന്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്ക്. ഇതൊന്നും വലിയ വിഷയമായിട്ട് ആൾക്കാർ എടുക്കാറില്ല. അതിനേക്കാളും വിഷയമാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ. അപ്പൊ യഥാർത്ഥത്തിൽ വിഷയം നമ്മുടെ ദേഹത്തിലുള്ള വേദനയാണോ മനസ്സിന്റെ വേദനയാണോ? ഏതാ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്? ശരിക്കും വേദന എന്ന് പറയുമ്പോൾ ഞാനിപ്പോ വേദന എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഓർക്കുക? ആദ്യം ശരീരത്തിൽ എവിടെയെങ്കിലും പെയിനെ പറ്റിയിട്ടാ ഓർക്കുക അല്ലെ? പക്ഷെ യഥാർത്ഥത്തിൽ അതാണോ നമ്മളെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്? ഈഗോ എന്ന് പറയുന്ന ഒരു സാധനല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. അവരുടെ മുമ്പിൽ ഞാൻ എന്ത് പറയും? അവരോട് എങ്ങനെ മറുപടി പറയും? എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല ഏറ്റവും വലിയ വിഷയം. ഈഗോ ആണ് ഏറ്റവും വലിയ വിഷയം. അവന് കാശ് കൊടുക്കാനുള്ള വിഷമമല്ല നമുക്കുള്ളത്. അവൻ കാശ് ചോദിക്കുന്നല്ലോ എന്നുള്ള വിഷമമാണ്. അവര് കാശ് ചോദിക്കുന്നല്ലോ എന്നുള്ളതല്ലേ വിഷമം. കാശ് കൊടുക്കാൻ പറ്റാത്ത വേദനയുണ്ടോ നമുക്ക്? ഇല്ല. അവൻ ചോദിക്കുമ്പോഴാണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നത്. അപ്പോ ഈഗോ ആണ് അവിടെ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിന്റെ മാലിന്യങ്ങളിലെ 10 മാലിന്യങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിനകത്ത് പുറത്തു കടക്കാൻ പറ്റുള്ളൂ. ഇത് ശ്രദ്ധിക്കാത്തിടത്തോളം കാലം നമുക്ക് പറ്റില്ല. ഈഗോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറ്റബോധം എന്ന് പറയുന്നത്, നമുക്ക് പശ്ചാത്താപം എന്ന് പറയുന്നത്, ഇതൊക്കെയാണ്. ഇപ്പൊ പറഞ്ഞ ഒരു ഉദാഹരണമായി പറയാം. മക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് കൊണ്ടാണ് എനിക്ക് കടമുണ്ടായത് എന്ന് പറയുമ്പോൾ അവിടെ കുറ്റബോധമാണ് ഇത്. ഞാൻ എൻ്റെ കടമ നിർവഹിച്ചു, അതിന്റെ കുറ്റബോധം എനിക്കുണ്ട്, പശ്ചാത്താപം എനിക്കുണ്ട്, അതിലെ ഭയം എനിക്കുണ്ട്. പക്ഷേ അതേ സമയത്ത് ഇതെല്ലാം അവിടെ ഉണ്ടെങ്കിലും അവർ ചോദിക്കുന്നില്ല. അവർക്ക് കൊടുത്തില്ലെങ്കിൽ എൻ്റെ മാനം പോവില്ലേ എന്നുള്ള ഈഗോ. ആ ഒരു ഈഗോ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഞാൻ മുമ്പേ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ എനർജിയെ പറ്റിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മളെല്ലാം ഈ പണം എന്ന് പറയുന്നത് എന്താണ്? വെറും എനർജിയാണ്. നിങ്ങൾ നോട്ട് കെട്ടുകൾ നോക്കിയിട്ടാണോ പണത്തെ അളക്കുന്നത്? അല്ലല്ലോ. ഇത്ര 1000 ഉണ്ട്, 10,000 ഉണ്ട്, ലക്ഷമുണ്ട് എന്ന് പറഞ്ഞ ലക്ഷത്തിന്റെ നോട്ട് നോക്കിയിട്ടാണോ പറയുന്നത്? അല്ലല്ലോ. അതിന്റെ എനർജിയെ പറ്റിയിട്ടാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത്. ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഈ ലോകത്തിലെ സർവ്വ കാര്യങ്ങളും എനർജിയിലാണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന എനർജിയാന്ന് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്ന ഒരു എനർജിയാന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്റെ വാക്കുകൾക്ക് അപ്പുറത്ത് ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കുന്ന എനർജിയാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രധാനമായിട്ട്. അപ്പൊ എനർജിക്ക് ഒരു സ്പെക്ട്രം ഉണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് പുസ്തകത്തിൽ നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതുകൊണ്ടാണ് വളരെ കൃത്യമായി പറഞ്ഞത്. മനസ്സിലാക്കേണ്ട ഒരു ഡയഗ്രാമാണ് മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സംഭവം. ഒരു എനർജിയുടെ സ്പെക്ട്രത്തെ പറ്റി നമ്മൾ പറയുന്നു. അതായത് വളരെ ലളിതമായി പറയാം, നമുക്ക് 20 മുതൽ 700 വരെയുള്ള എനർജിയെ പറ്റിയാണ് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് 20 എന്ന് പറയുന്ന ഏറ്റവും ലോവസ്റ്റ് എനർജി, അതായത് ഷെയിം. 30 പറഞ്ഞ ഗിൽറ്റി, നമുക്ക് കുറ്റബോധം. 40, 50 എന്ന് പറഞ്ഞ എന്താ പറയാ അപ്പതി. 75 പറഞ്ഞ ഗ്രീഫ്. 100 എന്ന് പറഞ്ഞ ഫിയർ. ബാക്കിയുള്ള ഞാൻ പോകുന്നത് എത്രയും പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പണത്തിന്റെ വിഷയം മാത്രം എടുക്കുന്നു, ബാക്കിയെല്ലാം തൽക്കാലം മാറ്റി വെക്കുന്നു. ആരോഗ്യത്തിന്റെ കാര്യങ്ങളൊക്കെ തൽക്കാലം ഞാൻ മാറ്റി വെക്കുന്നു. ഇതെല്ലാം ഇത് കണക്റ്റഡ് തന്നെയാണ്, പക്ഷെ തൽക്കാലം ഞാൻ മാറ്റി വെക്കുന്നു. പണത്തിന്റെ കാര്യത്തെ പറ്റി പറയുമ്പോൾ, പണമില്ലാത്ത ഒരാളെയും പണമുള്ള ഒരാളെയും നിങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വെക്കുക. എന്നിട്ട് അവരോടൊന്ന് സംസാരിക്കുക. ഈ പണം കയ്യിലില്ലാത്തയാൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം ഈ പറഞ്ഞ് ഭയം, ഗിൽറ്റി, അപ്പത്തി, ഷെയിം എത്രത്തോളം കടന്നു വന്നിട്ടുണ്ട് എന്നൊന്ന് ആലോചിക്കുക. അവർ ഓരോ വാക്കുകളെയും ഒന്ന് അളക്കുമ്പോൾ എത്രത്തോളം കടന്നു വന്നിട്ടെന്ന് ആലോചിക്കുക. അപ്പോൾ അതിന്റെ അർത്ഥം മറ്റാൾ സംസാരിക്കുമ്പോൾ അയാൾ കാശുണ്ടാകുമല്ലോ, അതെന്താ എനിക്ക് അത്ര ഉണ്ടായിരുന്നു,
ഞാൻ അടിപൊളി നന്ദിയോടെ അതൊക്കെ എനിക്ക് സംഭവിച്ചോന്ന് ഇല്ല, അതൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് എന്ന് പറയുന്ന രീതിയിലുള്ള കോൺഫിഡൻസ് ആയി സ്നേഹപൂർവ്വം നന്ദിയോടുകൂടി അയാൾ പണത്തെ ഓർക്കും. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വലിയ വ്യത്യാസം. ഇത് ജസ്റ്റ് ഒന്ന് എടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കാൻ മനസ്സിലാക്കുന്നത്. അപ്പോ നിങ്ങൾക്കിപ്പോ പണമില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ കുറ്റമല്ല. കാരണം നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താണ് പറയുക, ശരീരമോ ബോഡി എന്നോ എന്ത് പേരിട്ട് വിളിക്കുക, ആ സാധനത്തിന് കുറ്റമല്ല. നമ്മളിലുള്ള എനർജിയുടെ മിസ്റ്റേക്കാണ്. നമ്മളിൽ എന്ത് എനർജിയാണുള്ളത് ആ എനർജിയുടെ എഫക്റ്റ് ആണ് നിങ്ങൾ ഈ പറയുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. എനിക്ക് കാലുണ്ട് കൈയുണ്ട് ഇതൊന്നുമല്ല വിഷയം. അതിനപ്പുറത്ത് നമ്മളിൽ ഉള്ള എനർജിയാണ് നമ്മളെ അങ്ങോട്ട്. എങ്ങനെയാണ് അപ്പൊ എനർജി ഉണ്ടാകുന്നത്? അവിടെയാണ് ചോദ്യം. ഈ എനർജി എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് മാറ്റപ്പെടാൻ? അല്ലേ? നമ്മൾ പറഞ്ഞു എഴുന്നേറ്റ് നടക്കണമെങ്കിൽ നമുക്ക് എനർജി വേണം, അത് ശരീരത്തിന്റെ എനർജിയാണ്. നമുക്ക് ഓടണമെങ്കിൽ എനർജി വേണം, അത് ശരീരത്തിന്റെ എനർജിയാണ്. ശരീരത്തിന്റെ എനർജി കൊണ്ട് ഈ സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ ചിന്തകളിലുള്ള എനർജിയാണ്, അല്ലെ? നമ്മുടെ തോട്ട്സിൽ നിന്നുള്ള എനർജിയാണ്, നമ്മുടെ മനസ്സിന്റെ എനർജിയാണ്. അപ്പൊ മനസ്സിന്റെ എനർജി എവിടെയാ കിടക്കണം? ഇവിടെയാണ് മനസ്സിന്റെ എനർജി എവിടെയാ കിടക്കുന്നത്? ശരീരത്തിലാണോ? അല്ല, ശരീരം മനസ്സും തമ്മിൽ കണക്ഷൻ ഇല്ല, നമുക്കറിയാം. ഒന്നിച്ചു പോകുന്നതല്ല എന്ന് പറയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ശരീരത്തിനകത്തും മറ്റൊരു ഊർജ ശരീരമുണ്ട്. നമ്മുടെ ഫിസിക്കൽ ശരീരത്തിന്റെ അപ്പുറത്തേക്ക് ഒരു ഊർജ ശരീരമുണ്ട്. ആ ഊർജ ശരീരത്തിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാവുന്നത്. ഈ ഊർജ ശരീരത്തിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണ് പുറമേയുള്ള നമുക്ക് വേദനകളും വയ്യായികളും മല്ലായികളും ശബ്ദം പുറത്തു വരാത്തൊക്കെ പറഞ്ഞില്ലേ, ബ്രീത്തിങ് വരില്ല. ഇതൊക്കെ അകത്തുള്ള എനർജി വർക്കിംഗ് അല്ല. അകത്തുള്ള എനർജി വർക്ക് കഴിയാതിരിക്കുമ്പോൾ പുറത്തെ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യില്ല എന്ന് മനസ്സിലാക്കും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? മനോമയ കോശം എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഇത് അന്നമയ കോശം, അതിനകത്തൊരു മനോമയ കോശമുണ്ട്. ഈ മനോമയ കോശമാണ് നമ്മുടെ ഊർജം, എനർജിയെ സേവ് ചെയ്ത് വെക്കുന്നതും എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതും. ഇത് ശരിയാവാത്തടത്തോളം കാലം നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാപത്രയങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. 3 കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിലുണ്ട്. ഒന്ന് ആദിദൈവികം, ആദിഭൗതികം, പിന്നൊന്നെന്താ? ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം. ഈ 3, അതായത് ഒന്ന് നമ്മുടെ ദൈവികമായ കാര്യങ്ങള്, ഒന്ന് നമ്മുടെ പ്രാപഞ്ചികമായ കാര്യങ്ങള്, ഒന്ന് നമ്മുടെ ഭൗതികമായ ഇപ്പോഴുള്ള ഈ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിനെയൊക്കെ പരിഹാരം കാണാൻ പറ്റും. ആദ്യം ദൈവികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിലില്ല, ദൈവത്തിന്റെ കൺട്രോളിലാണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ പ്രപഞ്ചം. ഇപ്പൊ ഒരു ഭൂകമ്പം ഉണ്ടാവുന്നു, ഒരു കോരിച്ചൊരു മഴ വരുന്നു, അല്ലെങ്കിൽ വലിയ കൊടുങ്കാറ്റ് വരുന്നു, ഇത് നമുക്ക് ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റുന്ന കാര്യമില്ല. അത് അതിന്റെ വഴിക്ക് നടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് അത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും. ഞാൻ ചിന്തിക്കുന്നത് എനിക്കേ അറിയില്ല, ഞാൻ എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല. അതുകൊണ്ട് എന്താ, ഞാനിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ ആതിര സംസാരിച്ചപ്പോ ആതിര പറയാൻ വന്ന കാര്യം പറഞ്ഞിട്ടങ്ങ് പോയി. ആതിരയെ സംബന്ധിച്ച് ആതിര പറഞ്ഞത് ക്ലിയർ ആണ്, ആതിരയുടെ വിഷയം പറഞ്ഞു. പക്ഷെ നമുക്ക് ആർക്കൊന്നും മനസ്സിലായില്ല. കാരണം എന്താ, ബാക്കി ആതിര വണ്ടപ്പോഴോ പറഞ്ഞതിന്റെ ബാക്കിയാണ് എന്നോട് പറഞ്ഞാണ് എനിക്കും അറിയാം, ആതിരക്കും അറിയാം. പക്ഷെ മറ്റുള്ളവർക്ക് അറിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കിയില്ല. മറ്റുള്ളവരെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ചല്ല, എല്ലാവരെ സംബന്ധിച്ചല്ല. അപ്പൊ ഇത് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന സ്ഥലകാല വ്യത്യാസമനുസരിച്ച് മാറി വരുന്ന കാര്യമാണ്. എനിക്കും ആതിരയ്ക്കും മനസ്സിലായി, പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലായി. കാരണം അതിന് മുമ്പേയും അതിന് ശേഷവും പറഞ്ഞ കാര്യം മറ്റുള്ളവർക്ക് അറിയില്ല. ഇത് പലപ്പോഴും നിങ്ങൾ കാണുന്നത് എവിടെയെന്ന് അറിയോ? നിങ്ങൾ ഈ ന്യൂസ് ചാനൽസ് എടുത്തു നോക്കണം. അപ്പൊ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരും. ഇന്നലെ പറഞ്ഞ് ഖത്തറിൽ മിസൈൽ ആക്രമണം തീർന്നു. ബാക്കി കേൾക്കുമ്പോൾ നമ്മൾ അറിയോ പോയല്ലോ ദൈവമേ എന്ന്. പിന്നെയാണ് നമ്മൾ ഇത് എന്താ സംഭവം, അപ്പോഴേക്ക് അതിന് മുമ്പേ ഇല്ല കാരണം പറഞ്ഞിട്ടുണ്ടാവും. ഇത് മാത്രം കേൾക്കുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതാണ് നമ്മുടെ പ്രധാനമായി പറഞ്ഞത്. അപ്പൊ ഇത്തരം ചിന്തകളെ, ഇതാണ് നമ്മുടെ കയ്യിലുള്ള സാധനം, നമ്മളായിട്ട് ഉണ്ടാക്കുന്ന നമ്മുടെ കയ്യിലുള്ള സാധനം. മറ്റൊരു കാര്യം ആധ്യാത്മികം. അത് ആത്മീയമായ സാധനാ കർമ്മങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത്. അത് കുറച്ച് സമയമെടുത്ത് ചെയ്തു. അതിന് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നത്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. കൂടുതൽ ഡീപ്പായി പോയി കുറേ പോകേണ്ടി വരും. അപ്പോ അതായത് പറഞ്ഞു, നമ്മുടെ ചിന്തകൾ എന്താണ്, നമ്മുടെ വാക്കുകൾ എന്താണ്,
നമ്മുടെ പ്രവൃത്തി എന്താണ്. ഇത് മൂന്നും നമ്മുടെ കയ്യിൽ മാത്രമുള്ള സാധനമാണ്. ഇതിന് ദൈവത്തിന് യാതൊരു ഇടപെടലുമില്ല, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് യാതൊരു ഇടപെടലില്ല, മറ്റൊരാൾക്കും ഇല്ല. ഞാൻ ഇവിടെ നിന്നിട്ട് സജീവ് എന്ത് ചിന്തിക്കണമെന്ന് തീരുമാനം എനിക്കൊണ്ട് പറ്റില്ല. സജീവനേ പറ്റും. അത് സജീവന് പറ്റണം. അത് പറ്റാത്തതാണ് നമ്മുടെ വിഷയം. ഇത് പറ്റാതിരുന്ന ഞാൻ എന്ത് ചിന്തിക്കണമെന്ന്, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലെങ്കിൽ, അല്ലേ, പണ്ടാരോ പറഞ്ഞില്ലേ, താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ തന്നോട് ചോദിക്കൂ താൻ ആരാണെന്ന്, അപ്പോൾ ഞാൻ പറയാം താൻ ആരാണെന്ന് പറയാം. അങ്ങനെ അതുപോലെ അവസ്ഥയാണ് നമ്മുടെ. ഇതുപോലെ അവസ്ഥയിൽ പോകുമ്പോൾ ഇതിന് പ്രതിവിധി കണ്ടെത്താൻ നമ്മൾ ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. ഇത് ഒരു മെത്തേഡ്. നേരത്തെ പറഞ്ഞ ഉത്തരത്തിൽ കുറെ കാര്യങ്ങളുണ്ട്. ഇനി ഞാൻ നേരത്തെ വീണ്ടും പറയാം, മനോമയ കോശത്തിലേക്ക് പോകുന്നു. നമ്മുടെ എനർജി ആണ് നമ്മളിങ്ങനെ ഷെയിം, ഗിൽറ്റി, അപ്പത്തി എന്നൊക്കെ പറഞ്ഞ് ലോ എനർജിയാന്ന് പറയും. ഇതിൽ നിൽക്കുന്നത് കൊണ്ട് പിന്നെ എവിടെയും നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നമ്മളെപ്പോഴും കുറഞ്ഞ എനർജിയിൽ നിൽക്കുന്നത്. ഈ സമ്പത്ത് എന്ന് പറയുമ്പോൾ 1000 രൂപയുടെ എനർജിയും 50,000 രൂപയുടെ എനർജിയും രണ്ടും രണ്ടാണ്. അപ്പൊ 1000 വേണ്ടവൻ 1000ന്റെ എനർജി ഉണ്ടാക്കിയാൽ മതി. 50,000 വേണ്ടവൻ 50,000 നിൽക്കണം. 5000 വേണ്ട 5 ലക്ഷം വേണ്ടവൻ 5 ലക്ഷത്തിന്റെ എനർജി വേണം. ഇത് എവിടെ ഉണ്ടാക്കേണ്ടത്? നമ്മുടെ അകത്തുള്ള എനർജി വെക്ടർ. ഇതിന് നമുക്കുള്ള ഏറ്റവും വലിയ വിഷയം എവിടെയാന്ന് വെച്ചാല്, നമ്മുടെ ഈ അകത്തെ എനർജിയെ നമുക്ക് 7 ട്രാൻസ്ഫോമറുകൾ നമുക്കുണ്ട്. ഈ അകത്തുള്ള എനർജി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് 7 ട്രാൻസ്ഫോമറുകൾ നമുക്കുണ്ട്. അതിനാണ് നമ്മൾ ചക്രാസ് എന്ന് പറയുന്നത്. ഈ ചക്രയിൽ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കൊളാപ്സ് ആവും. ഓരോ ഞാൻ ചക്ര ക്ലാസ്സിന് മുമ്പ് എടുത്തിരുന്നു. അപ്പൊ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഓരോ ചക്രയും കൊളാപ്സ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ഷീല നന്നായിട്ട് ഉറങ്ങുകയാണ്, അല്ല കൂർക്കം വലിച്ചു ഉറങ്ങുകയാണ് ഈ സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നോക്കിയത്. അപ്പൊ അത് ഏത് ചക്ര ബാലൻസ് ആണെന്നും പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ഇപ്പൊ ഉറക്കം വരുന്നത്. ഇത്രയും ക്ലാസ് വളരെ താല്പര്യത്തോടെ ഇഷ്ടത്തോടെ വന്നിരിക്കുകയാണ് ക്ലാസ്സിൽ, ഒരു വിഷയമില്ല. പക്ഷെ എന്ത് ചെയ്യാൻ, കേട്ട് തുടങ്ങുമ്പോൾ അങ്ങ് ഉറക്കം വരും. കാരണം എന്താണെന്നറിയോ, ഇത് നമ്മുടെ ശരീരത്തിൽ ഒരു ഭാഗത്ത് ഇതൊന്നും വേണ്ട കുട്ടിയെ, നീ നന്നാവണ്ട, നീ എങ്ങനെ രക്ഷപ്പെട്ടു പോകരുത് എന്ന് പറയുന്ന ഒരാളും കൂടി ഇരിപ്പുണ്ട്. അപ്പൊ അയാൾ ഒരു കുട്ടി ഉറങ്ങൂ 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 എന്ന് പറയും. അപ്പൊ നിങ്ങൾ അല്ലല്ല ഞാൻ ഉറങ്ങൂല, എനിക്ക് പഠിക്കാനുണ്ടെന്നുണ്ട് എഴുന്നേക്കും. വീണ്ടും പുള്ളി പറയും, ഇതിലാരാണോ ജയിക്കുന്നത് അവൻ കൊണ്ടുപോയി ഉറക്കും. ഒന്നിക്കൽ ഉറക്കും അല്ലെങ്കിൽ ഇതും ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അകത്തെ എനർജിയുടെ കാര്യം. ശരീരത്തിൽ ഇപ്പൊ എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കും, ചാടും, തുള്ളും ഒക്കെ ചെയ്യും, ഒരു വിഷയമില്ല. ശരീരത്തിൽ ഫുൾ എനർജിയാണ്. പക്ഷെ അകത്തുള്ള വിഷയം. അപ്പൊ ഈ ചക്രയിൽ വിഷയം, നേരത്തെ ഷീല സംസാരിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. മനസ്സിൽ ശബ്ദമുണ്ട്, പറയണമെന്ന് ആഗ്രഹമുണ്ട്, പുറത്തോട്ട് വരുന്നില്ല. എന്തിലൂടെയാണ് ശബ്ദം പുറത്തോട്ട് വരേണ്ടത്? ത്രോട്ടിലൂടെ പുറത്തോട്ട് വരുന്നില്ല. അപ്പോൾ ഉദ്ദേശിച്ച കാര്യം പുറത്തോട്ട് വരുന്നില്ലെങ്കിൽ ത്രോട്ട് ചക്ര കൃത്യമായി വർക്കിംഗ് അല്ല. പറയാൻ വിചാരിച്ച കാര്യങ്ങൾ വ്യക്തതയോട് പറയാൻ പറ്റില്ല. മനസ്സിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മറ്റെങ്ങോട്ടോ പോകും. അങ്ങനെ കുറെ ആൾക്കാരില്ലേ, തുടങ്ങുന്നത് ഒരു സ്ഥലത്ത് അവസാനിക്കുന്ന വേർത്ത്. നമ്മൾ തിരുവനന്തപുരത്തെ കഥ പറയാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം വെച്ച് തുടങ്ങും, എന്തോരോ അപ്പേന്നും പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞിട്ട് അവസാനം കൊണ്ടുപോയി നേരത്തെ കാസർഗോഡ് ഒന്നുമില്ല, വന്നിട്ടില്ല, പോയിട്ട് തിന്നിട്ടെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു പോകും. അപ്പൊ ഇത് ഏത് രാജ്യക്കാരാണെന്ന് ആൾക്കാർ ചോദിക്കേണ്ടി വരും. ഇത് ത്രോട്ട് ചക്രയുടെ വിഷയമാണ്. അവിടെ വലിയ പിശക് സംഭവിക്കും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഇനിയിപ്പോ ഞാൻ തിരിച്ച് സമ്പത്തിലേക്ക് തന്നെ വരാം, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് തീരൂല. നോക്കൂ, സമ്പത്തിന്റെ വിഷയമുള്ളവർ നിങ്ങൾ എടുത്തു നോക്കുക. അവർക്കെല്ലാവർക്കും ഒരു വിഷയം ഉണ്ടാവും. അവർക്ക് എനർജി വളരെ കുറവായിരിക്കും, എപ്പോഴും വയ്യായ്മയായിരിക്കും. എപ്പോ നോക്കിയാലും അവരോട് ചോദിച്ചാൽ പറയോ, എന്റെ അത് വേദന, ഇവിടെ വേദന, അവിടെ വേദന, ഇത് വേദന. എപ്പോഴും ഊർജ്ജസ്വലത എന്ന് പറയുന്ന സാധനം അവർക്ക് ഉണ്ടാവില്ല. ആം ഐ റൈറ്റ്? ഒന്ന് ടൈപ്പ് ചെയ്തേ. സമ്പത്തിന്റെ വിഷയമുള്ളവർക്കെല്ലാം എപ്പോഴും അവർ എനർജറ്റിക് ആണോ അല്ലേ? അവർക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും, അല്ലേ? ടൈപ്പ് ചെയ്തേ നോക്കട്ടെ, നിങ്ങളുടെ അനുഭവം നോക്കട്ടെ, എത്ര പേർക്ക് ഇത് അനുഭവം ഉണ്ട് നോക്കട്ടെ. നോ. യെസ് യെസ്. ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലാന്ന് വെച്ചാൽ നിങ്ങൾ മാറി. അതിനകത്ത് നിങ്ങൾ നിത്യം പ്രാക്ടീസ് ചെയ്തു. ഞാൻ നേരിട്ടാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നിൽക്കില്ല. അപ്പൊ പിന്നെ എന്തായാലും മാറാതിരിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ചെവി പിടിച്ച് വലിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഓക്കെ, കറക്റ്റ് അല്ലേ? ഇത് എവിടെയാണ് നമ്മുടെ എനർജി ഉണ്ടാവുന്നതെന്ന് അറിയോ? എവിടെ നിന്നാണ് നമുക്ക് എനർജി, നമ്മുടെ ശരീരത്തിന് എനർജി വരുന്നത് എവിടെ നിന്നാണ്? കഴിക്കുന്ന ഭക്ഷണത്തിന്, അല്ലേ? നല്ല പുട്ടടിച്ചാൽ നല്ല എനർജി ഉണ്ടാവുക. നല്ലോണം ഭക്ഷണം കഴിച്ചാൽ നല്ല എനർജി ഉണ്ടാവോ? എന്റെ വൈഫ് എന്നോടൊന്ന് പറയും, നിങ്ങൾക്ക് ക്ഷീണമുണ്ട്, ഭക്ഷണം കഴിക്കും, നമുക്ക് ക്ഷീണം മാറ്റാം. പിന്നെ നമുക്ക് മനസ്സിലായി, ഈ ഭക്ഷണം കഴിച്ചാൽ ക്ഷീണം മാറുന്നില്ലല്ലോ.
അല്ലേ? ഭക്ഷണത്തിലൂടെയാണോ ക്ഷീണം മാറുന്നത്? ഇല്ല, അല്ല. നമ്മൾ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. എന്നാൽ അടുത്തൊരു കാര്യം പറയാം. ഇതേ ആൾക്കാര് ഇങ്ങനെ തീരെ എനർജി ഇല്ല, സാമ്പത്തിക വിഷയമുണ്ട്, എനർജി ഇല്ല, അവരെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു നല്ല ഗാർഡനിൽ കൊണ്ടുപോയിട്ട്, നല്ല പച്ചപ്പുള്ള പൂക്കളൊക്കെ ഉള്ള ഒരു ഗാർഡനിൽ കൊണ്ടുപോയിട്ട് ഒരു അരമണിക്കൂർ നേരം ഇരുത്തി നോക്കുക, എന്താ സംഭവിക്കുന്നത് കണ്ടോ. ടെസ്റ്റ് ചെയ്തോളൂ കേട്ടോ, ഞാൻ പറഞ്ഞ നിങ്ങൾ ടെസ്റ്റ് ചെയ്തോളൂ. നല്ല വിശാലമായ ഒരു ഗാർഡനിൽ, പുല്ലും മരങ്ങളുള്ള ഗാർഡനിൽ പോയിട്ട് നല്ല പൂക്കളും പുല്ലുകളും ഒക്കെയുള്ള നല്ല മണ്ണിൽ പോയിട്ട് ഒരു അരമണിക്കൂർ ഇരുന്ന് നോക്കുക, എന്ത് സംഭവിക്കുന്നറിയോ? ശ്രമിച്ചു നോക്കണേ, എന്താ മാറ്റം വരികയെന്ന്. അവൻ ടക്കെന്ന് പറഞ്ഞു എഴുന്നേക്കും, അരമണിക്കൂറും. ആഹാ, എന്തൊരു എനർജി ആയിരിക്കും അറിയോ, ഫുള്ളി റീചാർജ്ഡ് ആയിരിക്കും ആൾക്കാർ. അതുകൊണ്ടാണ് ഈ പാർക്കുകളും മറ്റു കാര്യങ്ങളും നല്ല സന്തോഷം. ഇതെന്താ സംഭവിക്കുന്നത്? നമ്മൾ പ്രകൃതിയുമായി, അതായത് നമ്മളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത്, നമ്മൾ 5 കാര്യങ്ങളാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയെന്നറിയാലോ. 5 കാര്യങ്ങളിലൂടെയാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഭൂമി എന്ന് പറയുന്ന തത്വം, ഭൂതത്വം എന്ന് പറയുന്ന എനർജി. നമ്മുടെ മുഴുവൻ എനർജി കിടക്കുന്ന ഭൂതത്വത്തിലാണ്. ഇതിന് പറയുന്ന പേരാണ് നമ്മുടെ മൂലാധാര ചക്രം. ഞാൻ ചക്രത്തെ പറ്റി പറഞ്ഞിട്ട്, മൂലാധാര ചക്രം. നമ്മൾ മൂലാധാര ചക്രത്തിൽ നിന്നാണ് നമ്മുടെ മുഴുവൻ എനർജി മുകളിലോട്ട് വരുന്നത്. കുണ്ടലിനി ശക്തിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതൊന്നും തമാശയില്ല, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. കുണ്ടലിനി ശക്തി എന്നാൽ മൂലാധാര ചക്രത്തിൽ നിന്ന് ഒരു പ്രകാശ ബിന്ദു മുകളിലോട്ട് പോയി സഹസ്രാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കറക്റ്റായി എത്താനാണ് പാട്. ഈ മൂലാധാര ചക്രമാണ് നമ്മുടെ പ്രകൃതിയുമായി കണക്ട് ചെയ്യുന്ന സാധനം. ഈ മൂലാധാര ചക്രത്തിൽ എനർജി ഉണ്ടായാൽ മാത്രമേ നമുക്ക് സാമ്പത്തികാവസ്ഥയിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ. ഒരു മാറ്റം മൂലാധാര ചക്രത്തിൽ ഉണ്ടാവണം. ഇത് എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവർക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ യോഗയില്ല. അവർ വിചാരിക്കുന്നത് പണിയെടുത്താൽ കാശ് കിട്ടുന്നതാണ്. എന്നാൽ പണിയെടുത്താൽ മാത്രം കാശ് കിട്ടുമെങ്കിൽ സാധാരണ കൂലിപ്പണിക്കാരനല്ലേ ഏറ്റവും വലിയ പണക്കാരനാവേണ്ടത്? പണിയെടുത്താൽ കാശ് കിട്ടും. പക്ഷെ ഈ പണിയെടുത്താലും അതിന് കൂടുതൽ ഉയർത്താനുള്ള ശക്തി നമ്മളുടെ അകത്ത് വേണം. ഇതിന് മൂലാധാര ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യാത്തിടത്തോളം കാലം നടക്കില്ല. ഈ പറഞ്ഞ ലോ എനർജിയുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും മൂലാധാര ചക്രം കൊളാപ്സ് ആയിരിക്കും. അവർക്ക് വയറ്റിൽ അസുഖമുണ്ടാവും. അവർക്ക് ഭൂമിയുമായിട്ടുള്ള, അതായത് അവർക്ക് നാച്ചുറൽ കണക്ടിവിറ്റി വളരെ കുറവായിരിക്കും. അവരോടൊന്ന് പോയിട്ട് സ്വസ്ഥമായിട്ട് നിലത്തൊരു 10 മിനിറ്റ് ഇരിക്കുവാൻ അവരിയ്ക്കില്ല. നിങ്ങൾ ശ്രമിച്ചു നോക്കിക്കോളൂ, പറഞ്ഞോളൂ. അരമണിക്കൂർ നിങ്ങൾ ആ നിലത്തൊന്ന് ഇരിക്കും എന്ന് പറഞ്ഞാൽ അവർ സർവ്വത്താലും ഇരിക്കില്ല. അവരപ്പോ പറയും, എനിക്ക് അവിടെ വേദനയുണ്ട്, ഇവിടെ ഉണ്ട്, എനിക്കൊണ്ട് പറ്റില്ല എന്ന് പറയും. എന്നാൽ ഒരു പണക്കാരനോട് പറയുക, ഒന്ന് കുറച്ചു നേരം നിലത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ, ഈഗോ ഇല്ലാത്ത ആളാണെങ്കിൽ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കും. അവൻ കൈയും ഉണ്ടാവില്ല, കാലും ഉണ്ടാവില്ല. പകരം അവൻ കൈയും കാലും വേദനയുള്ള അവൻ പോയിട്ട് കുറച്ച് ഹൈറ്റ് കൂടിയ സ്ഥലത്ത് കയറി ഇരുന്നിട്ട് താഴോട്ട് കാല് വരും. മറ്റവൻ അതും ചെയ്യില്ല. സമയമില്ല, എനിക്കിതിന് സമയമില്ല എന്ന് പറഞ്ഞ് എസ്കേപ്പ് ചെയ്താണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് തത്വമാണ്, അല്ലാതെ വെറുതെ എന്തെങ്കിലും പറയണ, ഇതെല്ലാം തത്വമാണ് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോ മൂലാധാര ചക്രത്തിനെ ആക്ടിവേറ്റ് ചെയ്യാത്തിടത്തോളം കാലം മണിയെ നമുക്ക് കൂടെ നിർത്താൻ സാധിക്കില്ല. കാരണം മണിയെ പിടിച്ചു നിർത്തുന്ന എനർജി മൂലാധാര ചക്രത്തിലാണ്. ഇത് നടക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ എന്താണെന്ന് പറയാം, ആ ചക്രത്തിന്റെ പ്രത്യേകത കൂടി പറഞ്ഞു. ഞാൻ ഇതിന്റെ ക്ലാസ്സിൽ മാത്രം പറയുന്ന കാര്യമാണ്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ വികാരങ്ങളുടെ എല്ലാത്തിന്റെ അടിസ്ഥാനം അതാണ്. നമ്മുടെ സ്ഥിരതയുടെ അടിസ്ഥാനം അതാണ്. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്താണ്? നമുക്ക് 3 കാര്യങ്ങളാണ് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, അല്ലെ? ഒന്ന് പാർപ്പിടം, അല്ലേ? 3 അടിസ്ഥാന കാര്യങ്ങളില്ലേ നമുക്ക്? സാമ്പത്തികമായ സ്ഥിരത, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് വീട്, നമ്മുടെ വസ്ത്രം, ഭവനം, അതുപോലെ തന്നെ ഒരു സുരക്ഷിതത്വം. ഈ 3 കാര്യങ്ങളും നമ്മൾ പൊതുവെ ആലോചിക്കാറില്ല. ഈ 3 കാര്യങ്ങളും ഇതിലടങ്ങിയതാണ്. ഈ മൂലാധാര ചക്രം കൊളാപ്സ് ആയവന് സ്വസ്ഥമായിട്ടൊരു വീട് ഉണ്ടാക്കാനോ വീട്ടിലിരിക്കാനോ പറ്റില്ല. അവനുള്ള വീട് വിറ്റ് കൊടുക്കും. കടബാധ്യത അവന്റെ കൂടെ ഇരിക്കും. പണനഷ്ടം അവന്റെ കയ്യിലുള്ള സംഭവമാണ്. എപ്പോഴും തോന്നും, ഞാൻ സുരക്ഷിതനല്ല, എൻ്റെ കയ്യിൽ എൻ്റെ കാര്യം പോക്കാണ് എന്ന് തോന്നിക്കൊണ്ടേയിരിക്കും. സാമ്പത്തിക ബന്ധം വളരെ കൊളാപ്സാണ്. ഇനി ഇത് മാത്രം അടുത്ത ചക്രം കൂടി പറയാം. നമ്മുടെ വയറ്റിൽ അസുഖം, അല്ലെങ്കിൽ വയറുമായിട്ട് ബന്ധപ്പെട്ട് വയറ്റിൽ എപ്പോഴുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന സാക്രൽ ചക്ര, അല്ലെങ്കിൽ സ്വാധിഷ്ഠാന ചക്ര എന്ന് പറയുന്ന കാര്യം, നമ്മളുടെ വികാരത്തെ, നമ്മുടെ ആഗ്രഹത്തെ, നമ്മുടെ സർഗാത്മകതയെ എല്ലാം കൊളാപ്സ്. ആഗ്രഹമില്ലാത്തവന് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമില്ല, പൈസ ഇല്ല എന്ന് മാത്രമേ പറയുള്ളൂ. പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമില്ല. നിങ്ങൾ നോക്കിക്കോളൂ, ഈ കാശില്ലാത്തവന് കാശ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്?
എങ്ങനെയെങ്കിലും ഈ കടമൊന്ന് കൊടുത്ത് തീർത്താൽ മതി മാത്രമേ ഉള്ളൂ. ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ചിന്തിക്കുക പോലും ഇല്ല. കൊടുത്തു തീർക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഇത് ഉണ്ടാക്കിയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഉണ്ടാക്കണം എന്ന് ചിന്ത ഉണ്ടാവില്ല, സർഗാത്മകത ഇല്ല, ക്രിയേറ്റിവിറ്റി ഇല്ല. പുതിയ ജോലിയോ പുതിയ ശമ്പളമോ പുതിയ കാര്യങ്ങളോ ഉണ്ടാക്കാനായിട്ട് ഒരു ചിന്തകളേ ഇല്ല. സക്രിയൽ ചക്ര കൊളാപ്സ് ആയിരിക്കും, അതിനകത്ത് ആ സാധനം ഉണ്ടാവില്ല. പണവുമായി ബന്ധപ്പെട്ട വൈകാരികമായ ബന്ധങ്ങളെല്ലാം മോശമായിരിക്കും. പണത്തെ കംപ്ലൈന്റ് രൂപത്തിൽ മാത്രമേ കാണുള്ളൂ. എന്നും പരാതിയാണ് പണത്തെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു എനിക്ക് വഴിയില്ല, ഒരു വഴിയെ പറ്റി ചിന്തിക്കുക പോലും ഇല്ല. എങ്ങനെ ഉണ്ടാക്കാമെന്ന വഴി ചിന്തിക്കില്ല, ഇല്ല എന്ന് മാത്രമേ പറയുള്ളൂ. ഇതിനെപ്പറ്റിയുള്ള ഒരു വഴിയുണ്ടോ, അതാണ് സർഗാത്മകത എന്ന് പറയുന്നത്. വഴികളെ പറ്റി ചിന്തിക്കല്ല, അല്ലെങ്കിൽ അത് പണം കൈകാര്യം ചെയ്യുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കില്ല, ഒരു ആസൂത്രണം ഉണ്ടാവില്ല, ഒന്നുമില്ല. ചിന്തകളുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നടക്കും, ചിന്തകളേ ഉണ്ടാവില്ല. ഇപ്പൊ ചിന്തകൾ ഉണ്ടാവാൻ തുടങ്ങി കഴിഞ്ഞാൽ വരും, തീർച്ചയായിട്ടും വരും. ഇനി അടുത്ത ഒരെണ്ണം കൂടി പറഞ്ഞു പോകാം. അപ്പോൾ ഈ ബാക്കിയുള്ള ചക്രയിൽ ഞാൻ പോകുന്നില്ല, കുറെ കാര്യങ്ങൾ പറയുന്നു. ഇതെല്ലാം നമ്മുടെ ഇമോഷണൽ എനർജിയുമായി ബന്ധപ്പെട്ട്. നേരത്തെ പറഞ്ഞു ഷെയിം, ഗിൽറ്റി, അപ്പത്തി എന്നെല്ലാം ഇമോഷൻസ് ആണ്. ഏറ്റവും ലോസ്റ്റ് ഇമോഷൻ ആണ് നമുക്ക് ഉണ്ടാവുന്നതെങ്കിൽ ഏറ്റവും ലോസ്റ്റ് ആയിട്ടുള്ള പണമല്ലേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ, കാരണം കണക്ട് ആയ സാധനം. അപ്പോൾ ഇതിന് പരിഹാരം കാണണമെങ്കിൽ ഈ ഇമോഷണൽ എനർജിയെയും ഈ നമ്മുടെ ചക്ര എനർജിയെയും കൂട്ടാത്തടത്തോളം കാലം ഒരു വഴിയുമില്ല. ഒരു വഴിയും നിങ്ങൾക്ക് പുതിയ സമ്പാദ്യം ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് ഐഡിയകൾ വരണമെങ്കിൽ പോലും ഈ സാധനം ആക്ടിവേറ്റ് ആവണം. ഈ സാധനം ആക്ടിവേറ്റ് ആവാതെ നിങ്ങൾക്ക് ഐഡിയ പോലും വരില്ല, നിങ്ങളത് ശ്രദ്ധിക്കില്ല. ഇല്ല എന്ന് പറഞ്ഞ് മാത്രം നടക്കും. ഇതിന് 2 വഴികളാണ്. ഒന്ന്, നിങ്ങളുടെ ഇമോഷണൽ എനർജിയെ മാറ്റുക. സങ്കടത്തിന്റെ കടലിൽ നിന്നും നിങ്ങൾ മറ്റേ കടലിലേക്ക് യാത്ര തിരിക്കുക. ഇത് ചെയ്താൽ മാത്രമേ വഴിയുള്ളൂ, അല്ലാതെ ഒരു പോംവഴിയും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇനി അല്ലാതൊരു പോംവഴി കൃത്യമായി പറയാം. നിങ്ങൾക്ക് 10 ലക്ഷം കടവുണ്ട്, ഒരാൾ നിങ്ങൾക്ക് 10 ലക്ഷം വന്ന് സഹായിക്കുന്നു കരുതിക്കോ. ഒരാൾ 10 ലക്ഷം വന്ന് സഹായിക്കുകയാണ്, നിങ്ങൾ പരാതി തീരുമോ? ചിന്തിച്ചു നോക്കിയേ. 100% ഞാൻ പറയാം, തീരില്ല. നിങ്ങൾ പുതിയ കടം അവിടെ ഉണ്ടാക്കി വരും. ഇത് അനുഭവത്തിലാണ്. വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ താഴെ, ഇത് അനുഭവത്തിൽ ഇല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് 5000 രൂപ കടമുണ്ടായിട്ട് നിങ്ങൾ മറ്റൊരാളോടൊന്ന് 5000 രൂപ കടം മേടിച്ചിട്ട് ആ കടം കൊടുത്തു തീർക്കൂ. എന്നിട്ട് ഇയാൾ 5000 കൂടെ കൊടുക്കാതെ വെച്ചാലും നിങ്ങൾ അടുത്ത മാസം 1000 രൂപ വേറെ എക്സ്ട്രാ കടം കണ്ടെത്തും. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നു കേട്ടോ. വേറെ എവിടെയെങ്കിലും 1000 രൂപ എക്സ്ട്രാ കടം കണ്ടെത്തും. ഇത് വളരെ കറക്റ്റാണ്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിൽ ഇതാണ് തത്വം. ഇത് മാറ്റപ്പെടുത്താൻ നിങ്ങൾ ആരും ചെയ്യുന്നതല്ല, ഇത് ലോക തത്വമാണ്. ഇത് നിങ്ങളാരും വിഷയങ്ങളെന്നാന്ന് കരുതണ്ട. ഇത് എന്റെ മാത്രമാണ്, ഞാൻ മാത്രം, അങ്ങനെയൊന്നും അല്ല. ഇത് എല്ലാ ലോകത്തിലും മനുഷ്യരെല്ലാവരും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും കറക്റ്റായിട്ട് പറയുന്നത്. ഇതെല്ലാം അനുഭവത്തിൽ നിന്ന് പറയണതാണ്. അപ്പോ ഇത് പറഞ്ഞു വന്നത് ഈ കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് നിങ്ങൾ ഈ ചക്രാസിനെ ബാലൻസ് ചെയ്യാൻ ബോധപൂർവം പണി. അത്ര എളുപ്പമല്ല, അത്ര എളുപ്പമെന്ന് ആരും കരുതി കണ്ണടച്ച് നിന്ന ചക്ര ബാലൻസ് ആവുമൊന്നുമില്ല. അതിനെ നമ്മുടെ ചിന്തകളെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദി ദൈവികം, ആദി ഭൗതികം, ആദി ആധ്യാത്മികം എന്ന് പറയുന്ന 3 സാധനങ്ങളിൽ 2 എണ്ണം. ആ ദൈവികത്തെ നമുക്ക് വിടാം, അത് നമുക്കൊന്നും ചെയ്യാനില്ല എന്നുണ്ട്. മറ്റ് 2നെയും ബോധപൂർവം നിങ്ങൾ മാറ്റാൻ തയ്യാറാവണം. അതിന് നല്ല ഭക്ഷണങ്ങള്, നല്ല സാധനകള്, നല്ല ചിന്തകള് നമ്മൾ സ്വയം ഉണ്ടാക്കണം. അതിനാണ് നമ്മൾ ഈ പറഞ്ഞ ജീവിത വിജയവും മനസ്സൊരു വിസ്മയവും അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും മിറാക്കിൾ മോർണിംഗ് ഒക്കെ തുടങ്ങി വെച്ച ഇതാണ്. ഈ കടവും വിഷയങ്ങൾ ഉള്ളവരാരും അതിലൊന്നും വന്നിരിക്കില്ല. അവർക്ക് ഇരിക്കാൻ എന്താ പറ്റൂല, സമയമില്ല. അതിൽ വന്നിരുന്നവർക്കാണ് ഇപ്പൊ നേരത്തെ നിഖില പറഞ്ഞ പോലെ പണ്ടുണ്ടായിരുന്നു സാർ, ഇപ്പൊ എന്നെ കൊണ്ട് പറ്റും. മാറി, എനർജി മാറി തുടങ്ങി. സ്വാധിഷ്ഠാന ചക്രത്തിൽ സർഗാത്മകത ഓപ്പണായി വന്നു. ഇപ്പൊ നിലത്ത് യോഗയും മെഡിറ്റേഷൻ തുടങ്ങിയപ്പോ നിലത്ത് ഓട്ടോമാറ്റിക് ഇരുന്ന് പിടിച്ചിരുത്തി. അപ്പോ മൂലാധാര ചക്രത്തിൽ എന്തോ ഒരു സാധനം കയറി വരാൻ തുടങ്ങി. തുടങ്ങുമ്പോ ഇനി ഞാൻ ഉണ്ടാക്കും, എന്നെ കൊണ്ട് പറ്റും എന്നുള്ള. ഇപ്പോ എന്താണെന്ന് ചിന്തിക്കുന്നറിയോ? കടം വാങ്ങിക്കാനല്ല, എങ്ങനെ കടമില്ലാതെ കച്ചവടം ചെയ്യാം, അല്ലെങ്കിൽ കടമില്ലാതെ ജീവിക്കാമെന്നതിന് ചിന്തിക്കാൻ തുടങ്ങി. മുമ്പേ അങ്ങനെ അല്ലായിരുന്നു. ഇന്ന് പൈസയില്ല, എന്നാ പിന്നെ മറ്റൊരാളോട് കടം മേടിക്കാം, അല്ലെങ്കിൽ സ്വർണം കൊണ്ടുപോയി പണം വെക്കാം, അടുത്ത ആരെങ്കിലും ഒരു വള തരുവോ എന്നാലോചിച്ച് നടന്നതിന് പകരം ഇല്ല, അത് ചെയ്യാതെ അതിനെപ്പറ്റി ചിന്തിക്കാനേ സമയമില്ല. അത് ചിന്തിക്കാറില്ല, എങ്ങനെ കാശുണ്ടാക്കാം, ഇന്ന് എങ്ങനെ ഉണ്ടാവും, എനിക്കിന്ന് 500 രൂപ വേണം, എവിടെ നിന്ന് ഉണ്ടാവും, എന്നാ പിന്നെ ലോട്ടറി എടുത്ത് കളയാം, 500 രൂപ എനിക്ക് വേണമല്ലോ എന്ന ചിന്തയിലേക്ക് പോകും. ഈ കാര്യത്തിന്
പരിഹാരം എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന പരിഹാരമേ ഇല്ല. നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചക്ര ചെയ്യുമോ, സാധനാ കർമ്മങ്ങൾ ചെയ്യുമോ, നിങ്ങൾ ഈ മനസ്സിലെ മാലിന്യങ്ങളെ ഒഴിവാക്കാൻ ബോധപൂർവം ശ്രമിക്കുമോ, നിങ്ങളിൽ 100% മാറ്റം ഞാൻ ഗ്യാരണ്ടി എഴുതി ഒപ്പിട്ട് തരാം. ഞാൻ ഈ വഴിയിലൂടെ കടന്നു വന്ന ഒരാളാണ്. കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചക്ര ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ കാശ് എവിടുന്ന് വരുന്നു ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഇപ്പോൾ നിങ്ങളോട് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കിത് ഫ്രീ ആണ്, എനിക്ക് കാശാണ്. ഇതാണ് കാശുണ്ടാക്കുന്ന വഴി. ആരോടും പറയേണ്ട ആവശ്യമില്ല. ഇന്നലെ ഒരു ദിവസം ഞാൻ ക്ലാസ് എടുത്തത് ഇവിടുത്തെ 5:30 മണി തൊട്ട് രാത്രി 10:30 മണി വരെയാണ്. 6:30, 7:30, 8:30, 9:30, 10:30 5 മണിക്കൂർ നേരം ഒറ്റ ഇരുത്തം. ഈ ഇരുന്ന ചെയറിലാണ് ഇരിക്കുന്നത്. ഈ കോട്ട് വിട്ട് ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് 5:30 മണി തൊട്ട് 10:30 മണി വരെ 5 മണിക്കൂർ നേരം ക്ലാസ് എടുത്തു. ഒരു ക്ഷീണമോ ഒരു ഭക്ഷണമോ കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഭക്ഷണം വേണ്ട, കിടന്നുറങ്ങാൻ ഒരു ഗ്ലാസ് ജ്യൂസും കുടിച്ച് കിടന്നുറങ്ങി. രാവിലെ 3:30 മണിക്കാണ് നമ്മൾ യോഗ തുടങ്ങുന്നത് അല്ലെ. 3:30 മണിക്ക് യോഗ തുടങ്ങി. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നു, ചായ കുടിച്ചു, യോഗ കഴിഞ്ഞ് ജിമ്മിൽ പോയി തിരിച്ചു വന്നു, വെള്ളം കുടിച്ചു, ചായയും കുടിച്ചു, ഓഫീസിൽ പോയിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് വരുന്നത് 5 മണിക്കാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. 5:30 മണിക്ക് ഇവിടെ മെഡിറ്റേഷൻ തുടങ്ങി. വൈകിട്ട് ഇവിടുത്തെ സമയം ഞാൻ പറയണേ, നാട്ടിലെ സമയം വ്യത്യാസം വരും. 5:30 മണിക്ക് വന്നു. 1 മിനിറ്റ് നേരം ഞാൻ എന്താ പറയുക, റെസ്റ്റ് എടുത്തിട്ടില്ല എന്നല്ല, റെസ്റ്റൊക്കെ മനസ്സ് നല്ല റെസ്റ്റാണ്. ഓഫീസിൽ എല്ലാ പണികളും ഉണ്ട്, എല്ലാം ഉണ്ട്, ഊർജ്ജസ്വലമായി പോകുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? ഓഫീസിൽ പണിയെടുത്താൽ ഇത് കിട്ടും അല്ലേ. ഇത് ഞാൻ അവിടെ ഇരുന്നാൽ ഇത് എനിക്ക് കിട്ടൂല. ഇവിടെ 5:30 മണിക്കൂർ ക്ലാസ് എടുത്ത് വെറുതെ അല്ല. 5:30 മണിക്കൂർ ക്ലാസ് എടുത്താൽ എനിക്കിത് കിട്ടുള്ളൂ. ഇല്ലേ കിട്ടുമോ? ഇത് മാത്രമല്ല കേട്ടോ. ഇത് എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത്, ഞാനിത് നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കും കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചില വോയിസ് എനിക്ക് ഇങ്ങോട്ട് അയക്കുന്നു, സാറേ കിട്ടി കേട്ടോ, സാറേ. ഇന്ന് ഒരാൾ പറഞ്ഞു ഗവൺമെന്റ് ജോലി കിട്ടിയ കാര്യം, സാറേ കുറെ ദിവസമായിട്ട് വിചാരിക്കുന്നത് കിട്ടി എന്ന് പറയുന്നത്. അങ്ങനെ സന്തോഷം കിട്ടുമ്പോൾ എനിക്ക് നിങ്ങൾ തരുന്ന 1000, 10,000 അപ്പുറത്ത് ലക്ഷങ്ങളെ വിലയുണ്ട് ഈ സാധനത്തിന്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, നിങ്ങൾക്ക് 100 രൂപ ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി, ഒരു ബിസിനസ് കിട്ടി, അല്ലെങ്കിൽ ഒരാളുമായിട്ട് ഒരു നല്ല കാര്യം സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ തരുന്ന എത്രയോ വിലയിനേക്കാളും, കാശിനേക്കാളും എത്രയോ വിലയുണ്ട് ഇതിന്. അപ്പൊ ഞാൻ ചെയ്തല്ലേ പറ്റൂ. അപ്പൊ ഞാനിവിടെ ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതെനിക്ക് പറ്റുന്ന എങ്ങനെയാണ്? ഞാനിപ്പോ ഇവിടെ ഇരുന്നിട്ടാകുമ്പോ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെ കാണിക്കാന്നറിയില്ല. ഞാനിപ്പോ ഇവിടെ ഇരുന്നിട്ടാകുമ്പോൾ ഞാനിപ്പോ ചെയറിലായിരിക്കുന്നത്. പക്ഷേ ഈ ചെയറിലിരിക്കുന്നതിന്റെ ഒരു കാല് മാത്രമേ താഴെയുള്ളൂ, ഒരു കാല് എന്റെ മൂലാധാര ചക്രത്തിന് താഴെയാണ്. അവിടെ വെച്ചുകൊണ്ട് ഈ 5:30 മണിക്കൂർ ഇരിക്കാൻ പറ്റുന്നു. ആ സാധനം തള്ളും മുകളിലോട്ട്. തള്ളി എന്റെ എനർജി ഞാൻ എപ്പോഴും കുറയുന്നു, അപ്പൊ തള്ളി വരും. ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കിക്കോട്ടോ. 1 മണിക്കൂർ നേരം അനങ്ങാതിരിക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞു, 1 മണിക്കൂർ നേരം നിങ്ങൾക്ക് 24 മണിക്കൂർ ഉണ്ടല്ലോ. 5-6 മണിക്കൂർ ഉറക്കം കഴിഞ്ഞിട്ട് ബാക്കി 1 മണിക്കൂർ നേരം നിങ്ങൾക്ക് ഈ സാമ്പത്തിക പ്രശ്നങ്ങളുള്ളവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് 1 മണിക്കൂർ, നിങ്ങൾക്ക് വേറെ ജോലിയില്ല പരിപാടിയില്ല എന്ന് പറയില്ല, ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ ഇല്ലാത്തതുകൊണ്ടല്ലേ സാമ്പത്തിക പ്രശ്നം. നിങ്ങൾ 1 മണിക്കൂർ ഒന്നും ചെയ്യാതെ നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുമോ? ഐ എം ചലഞ്ചിങ് യു. 1 മാസം കൊണ്ട് നിങ്ങളുടെ മാറ്റം ഉണ്ടാവും. ഒറ്റ മാസം കൊണ്ട് മാറ്റം ഉണ്ടാവും. ഇരിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഇരുന്നാലേ പറ്റുള്ളൂ. ഇതാണ് ഇതിന്റെ തത്വം. ഇതൊന്നും ആരും പറഞ്ഞു തരാത്ത തത്വങ്ങളാണ്. മനസ്സിലാക്കിയെടുക്കുക. ഇങ്ങനെ മാത്രമേ ജീവിതത്തിൽ പറ്റൂ. ഇതൊക്കെയാണ് ഈ കിടക്കണ ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. ഉറങ്ങാൻ സാധിക്കുന്നുണ്ടല്ലോ, അത് അപാര കഴിവാണ്. അങ്ങനെയുള്ള കഴിവുകളും അല്ലെങ്കിൽ ഉറക്കം വരുന്ന കഴിവുകളൊക്കെ എവിടുന്നാ വരുന്നത്? നേരത്തെ പറഞ്ഞില്ലേ, ഈ അകത്തുള്ള സാധനത്തിന് എനർജി ഇല്ല. ഇത് മാറണം. ഇത് മാറ്റിയാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്തെടുക്കാം. നമ്മൾ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കുന്നുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങൾ വെറും വായിൽ പറയുന്നതല്ല, പ്രാക്ടീസ് ചെയ്തെടുക്കണം. കേട്ടറിഞ്ഞുകൊണ്ട് കാര്യമില്ല, അറിവുകൊണ്ട് യാതൊരു കാര്യവും. ഇതിനെ നമ്മൾ പ്രോസസ് ചെയ്തെടുക്കണം. ഇതിന്റെ സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ വെക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പറയുന്നത് നിങ്ങൾ കണ്ടു, 20-20 മെഡിറ്റേഷനിൽ എന്താണ് ഇത്തരം റിസൾട്ട് വരുന്നത്? 1-to-1 മെഡിറ്റേഷനിൽ എന്താണ് ഇത്തരം റിസൾട്ട് വന്നത്? കൃത്യമായി നമ്മൾ കണ്ട് അറിഞ്ഞ് അത്രയും സമയം ഓടി പിടിച്ചിരുത്തി അവസാനം ദൈവത്തിലേക്ക് അർപ്പിച്ചു കഴിയുമ്പോൾ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ സാധനം വർക്ക് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും ഉണ്ട്. നിങ്ങൾ 1 മണിക്കൂർ വെറുതെ അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ട് ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കൂ, നിങ്ങളിൽ മാറ്റം ഉണ്ടാവും. 1-to-1 മെഡിറ്റേഷൻ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇതേ പ്രോസസ് ചെയ്തപ്പോൾ, നമുക്ക് വെൽത്ത് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ എന്താണ് ഇത്ര റിസൾട്ട്? വെൽത്തിനെ പറ്റി മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് വരും. കാരണം ആ ഊർജ്ജം നമ്മളിവിടെ ഉണ്ടാക്കുന്നു. വെൽത്തിന് വേണ്ടിയിട്ടുള്ള ഊർജ്ജം നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കുമ്പോൾ അതിന് വരാതിരിക്കാൻ പറ്റില്ല. വേറെ ഓപ്ഷൻസ് ഇല്ല. ചക്ര മെഡിറ്റേഷൻ നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് വരുമ്പോൾ എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരും.
നമ്മളിപ്പോ അടുത്ത് തന്നെ ഈ ആഴ്ച തന്നെ 2 ദിവസം ചക്ര മെഡിറ്റേഷൻ വീണ്ടും ചെയ്യുന്നത് 7 ചക്രാസ് ഒന്ന് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തവരൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടായതാണ്. പിന്നെ ഇമോഷണൽസ് മാറ്റം വരുന്നത്, ഇമോഷണൽ മാറ്റം വരുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു. ജേർണി ടു ഹാപ്പിനെസ്സിൽ പോലെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്ത് മനസ്സിലാക്കി. ജോയിൻ ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ല. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമോഷൻ മാറില്ല, എന്റെ ഇമോഷൻ മാറും, എനിക്ക് സന്തോഷം കൂടും. അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇമോഷൻ മാറണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യണം, അല്ലേ? നിങ്ങൾ അത് കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി ക്ഷമാപൂർവം ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് അതിന് എത്ര മണിക്കൂർ വേണമെങ്കിൽ ഇരുത്തി പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ സാമ്പത്തികമായ വിഷയങ്ങൾ മാറ്റം ഉണ്ടാക്കണം. ഒന്നുകൂടി സ്റ്റോപ്പായിട്ട് പറയാം, 3 സ്റ്റെപ്പുകൾ പറയാം. സാമ്പത്തികമായ കാര്യത്തിൽ നിങ്ങൾക്ക് ഉന്നമനം ഉണ്ടാവണം. ഒന്നാമതായി നിങ്ങളുടെ ചക്രാസിനെ ബാലൻസ് ചെയ്യിപ്പിക്കണം. മൂലാധാര ചക്രവും സ്വാധിഷ്ഠാന ചക്രവും മറ്റു ചക്രങ്ങളെ വളരെ കൃത്യമായി ബാലൻസ് ചെയ്താൽ മാത്രമേ സാമ്പത്തികത്തിൽ നിന്ന് പുറത്തു കടക്കാം. രണ്ടാമതായിട്ട് ഈ എനർജി, എല്ലാം എനർജിയാണ്, ഇമോഷണൽ എനർജിയെ ബാലൻസ് ചെയ്യണം. അത് ഇമോഷണൽ എനർജി ബാലൻസ് ചെയ്യുന്ന വെച്ചാൽ ചക്ര ബാലൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇമോഷണൽ എനർജി ബാലൻസ് ആവും. മണിപൂര ചക്രയും സക്രിയൽ ചക്രയും മൂലാധാര ചക്രവും മാറുമ്പോൾ ഈ അത് 3 ലോ ലെവൽ ഇമോഷൻസ് ആണ്, ലോ ലെവൽ കാര്യം. ഇത് 3 മാറുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ 10 മാലിന്യങ്ങൾ നമ്മൾ ഒഴിഞ്ഞു പോകും. ഈ 10 മാലിന്യങ്ങൾ നമ്മൾ ഒഴിഞ്ഞു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ ഹൈ എനർജിയിലേക്ക് മാറും. ഈ ഹൈ എനർജി മാറുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കാശ് അവിടേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് എപ്പോഴും അബൻഡൻസ് നിറഞ്ഞിരിക്കും. പ്രാക്ടീസ് ചെയ്യേണ്ട ഇത്രയാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ചക്ര മെഡിറ്റേഷൻ തുടങ്ങുക. ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യുക. ശാരീരിക പ്രവർത്തനം മാറാൻ ഭക്ഷണത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത വലിച്ചു വാരി തിന്നുന്ന അവസ്ഥയിലേക്ക് മാറി അവനവന്റെ ശരീരത്തിൽ വേണ്ട അവസ്ഥയിലേക്ക് നിൽക്കണം. അപ്പോൾ മാത്രമേ ഇമോഷൻ നമുക്ക് വ്യത്യാസപ്പെടുത്താൻ പറ്റുള്ളൂ. അലമുറയിട്ട് എന്ന് ഒച്ചയുണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലല്ലേ. ആ സാധനത്തെ വെട്ടിത്തിന്ന നമ്മൾ അകത്ത് ചെന്നാൽ നമ്മൾ അകത്ത് എന്തായിരിക്കും വരിക, അല്ലേ? ബാക്കി ഞാൻ പറയണ്ടല്ലോ, അല്ലേ? ആ സാധനം തിന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക് അത് ഉണ്ടാവില്ല. അതൊരു ഇമോഷനല്ലേ പോകുന്നത് അകത്തോട്ട്. വേവിച്ചെടുത്താൽ അതിനകത്ത് ഇമോഷൻ ഉണ്ടാവും. എമ്പക്കല്ല വരുന്നത്. അതേപോലെ നമ്മൾ അലറും, യാതൊരു തർക്കവും ഇല്ല. കൊക്കൊക്കെ പോകുന്നതിനെ പിടിച്ച് തിന്നു കഴിഞ്ഞാൽ നമ്മളും കൊക്കൊക്കാക്കി നടക്കും. നമ്മളൊന്നും പറയുന്ന ആർക്കും മനസ്സിലാവില്ല, അല്ലേ? ഇത് നോർമലിയാണ്, അല്ലെ? നോർമലാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ, അല്ലെ, നിങ്ങൾ കർമ്മഫലം അറിയാമല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. യാതൊരു തർക്കമില്ല, അല്ലെ? അങ്ങനെയല്ലേ ഇപ്പൊ അനുഭവിക്കുന്നത്. ഞാനിപ്പോ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമല്ലേ എനിക്ക് നിങ്ങൾ കാശായിട്ട് തരുന്നത്. സത്യമായിട്ടുള്ള കാര്യമല്ലേ? അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുവോ, വെജിറ്റേറിയൻ ആവണമെന്നൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചോദിക്കുക, ഒരു കോഴിയെ തിന്നിട്ട് കോഴി പോലെ കൊക്കരിച്ചുകൊണ്ട് നടക്കണോ, അല്ല കോഴിയെ തിന്നത് ഒഴിവാക്കണം? ഇതാലോചിച്ചാൽ മതി. ബാക്കി നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇത്രയേ ഉള്ളൂ, ലളിതം. ഞാൻ പറയില്ല ഇങ്ങനെ നിങ്ങൾ ഇത് മാത്രം കഴിക്കണം എന്നൊന്നും പറയില്ല. പക്ഷെ അങ്ങനെ ആവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, എന്നാൽ ആയിക്കോ. അങ്ങനെ ആവണ്ടെന്ന് ആഗ്രഹമുണ്ടോ, എന്നാൽ എങ്ങനെ ആവണ്ട, എന്നാണ് അത് ഒഴിവാക്കാം, അല്ലെ? ഞാൻ പറഞ്ഞത് കോഴീനെ ഇങ്ങനെയല്ല ഉദാഹരണം പറഞ്ഞത്. നിങ്ങൾ ഏതൊരു കാര്യത്തെ എടുക്കൂ. ഇപ്പൊ എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്നെ പോലെ ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ടെന്നല്ലേ? സ്വാഭാവികല്ലേ? നിങ്ങൾക്കൊരു കൊള്ളക്കാരനെ കണ്ടിട്ട് അവനെ ആരാധിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ആ കൊള്ളക്കാരനെ പോലെ ആവണമെന്നല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ അതിനെ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ എന്താവാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ്. രണ്ടും ഒന്നല്ലേ? ഇത് വളരെ കൃത്യമായിട്ടുള്ള കാര്യം. നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നിങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ബസ്സിൽ യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ബസ്സിൽ പോകാൻ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് കാറിൽ പോകുന്നത് കാറിൽ പോകാൻ യാത്ര ഇഷ്ടമാണെന്നാണ് എന്റെ അർത്ഥം. എന്നിട്ട് മാത്രമേ നിങ്ങൾ പോകില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും അതിനെ. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ ഇത്രയും ആൾക്കാര്, ഇപ്പൊ 245 ആൾക്കാരോളം ഇവിടെ ഇരിക്കുന്നത് എന്തോന്നും ഇവിടുന്ന് തരുന്നത് എന്തോ ഒന്ന് നിങ്ങൾക്ക് എവിടെയോ മാറ്റത്തിന് നിങ്ങളെ തയ്യാറാക്കി, പ്രകൃതി നിങ്ങളെ തയ്യാറാക്കി നിർത്തിയത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പ്രകൃതി നിങ്ങളെ തയ്യാറാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് നെറ്റ് കട്ടാവാം, നിങ്ങളുടെ ഫോണിലെ ചാർജ് ഓഫ് ആവും, തീരാം, നിങ്ങൾക്ക് വീട്ടിലെത്താൻ പറ്റാതെ ആവാം. അങ്ങനെ പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ഇത് വിട്ടുപോകാൻ പറ്റും. പക്ഷെ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഇപ്പൊ എത്ര പേര് ഇത് കിട്ടാതെ പുറത്തിരിക്കുന്നുണ്ടാവും, ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റാതെ. 500-ലധികം ആൾക്കാർ ജോയിൻ ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ടാവും. നിങ്ങൾ ഇരിക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾക്ക് ഇതിലൂടെ മാറ്റം ഉണ്ടാക്കാൻ പ്രകൃതിയുടെ ഭാഗത്ത്, അല്ലെങ്കിൽ നമ്മൾ പറയല്ലേ താൻ പാതി ദൈവം പാതി എന്നല്ലേ, ദൈവത്തിന്റെ പാതി ദൈവം ചെയ്തു തരുന്നുണ്ട്.
പ്രകൃതിയുടെ പകുതി നെട്ട് കെട്ടാവുന്നില്ല, മഴയില്ല, വിഷയങ്ങളില്ല, ഒന്നുമില്ലാതെ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള എല്ലാ ശ്രവണ എല്ലാ സൗകര്യങ്ങളും ദൈവം ചെയ്യുന്നുണ്ട്. ഇനി ഇതിനെ ഉപയോഗിക്കാനുള്ള തീരുമാനം ആരുടെയാണ്? നമ്മുടെ മാത്രമാണ്, അല്ലെ? ഞാൻ തീരുമാനിച്ചാൽ ഇതെല്ലാം എനിക്ക് ലഭിക്കുന്നുണ്ട്, എന്നാ പിന്നെ ഞാൻ എൻ്റെ ഭാഗത്തുള്ള പകുതി കൂടി ചെയ്തേക്കാം എന്ന് തീരുമാനമെടുക്കും. തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് ഇതിനൊക്കെ മാറ്റപ്പെടുത്തൊന്നും വലിയ വിഷയമുള്ള കാര്യമില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്, മാറ്റം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കണം. ഷീല നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ തിരിച്ചു വരാം. പണത്തിന്റെ വിഷയത്തിനകത്ത് എനിക്ക് ബ്രീത്തിങ് ശരിക്കും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. എല്ലാത്തിനെയും എല്ലാ സാധനങ്ങളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഷീല തീരുമാനിക്കണം, ഞാൻ ശ്വാസോച്ഛ്വാസം എടുത്തിട്ടേ കാര്യമുള്ളൂ, മറ്റൊന്നും എന്നെ വായിക്കുന്നത്. എനിക്കിപ്പോ നിലനിൽക്കണമെങ്കിൽ ശ്വാസം അകത്തോട്ട് പോകണം, പുറത്തോട്ട് പോകണം. ഇത് ഞാൻ ഇരുന്ന് ചെയ്യും. ഇത് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, സാറിന്റെ ഹെൽപ്പ് വേണം, സാറിനോട് സാറേ എന്റെ വിഷയം ഇതാണ്, എനിക്ക് ശ്വാസോച്ഛ്വാസം സാറ് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്ന്, അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് എങ്ങനെയായാലും ഇരുന്ന് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോൾ ഫുൾ സറണ്ടർ ടു ദാറ്റ്, അവിടെ സറണ്ടർ ചെയ്തുകൊണ്ട് ചെയ്താൽ ഓട്ടോമാറ്റിക് മാറ്റം സംഭവിക്കും. കാരണം നമ്മുടെ ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. ഇത് പറ്റുന്നതാണ്, ഇത് യാതൊരു വിഷയമില്ല. ഇതൊന്ന് ചെയ്തു നോക്കാൻ പക്ഷേ നമ്മൾ തയ്യാറാവണം. എത്ര പേര് തയ്യാറാണ്? നാളെ മറ്റന്നാൾ നമുക്ക് യോഗ 7 ചക്രാസ് മെഡിറ്റേഷൻ തുടങ്ങണം. നിങ്ങൾ എത്ര പേര് തയ്യാറാണ്? കാശ് എവിടെ നിന്ന് വരുന്നു ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. കാശ് നിങ്ങൾ തയ്യാറാണ്, കാശ് ഓട്ടോമാറ്റിക് വന്നോളൂ. ഇനി കാശില്ലല്ലോ സാറേ എന്ന് പറയണ്ട, കാശ് ഓട്ടോമാറ്റിക് വന്നു. കാശില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുക, സാർ ഞങ്ങൾക്ക് തയ്യാറാണ്, സാർ എനിക്ക് ഫ്രീ തന്നിരുന്നെങ്കിൽ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കും, ചിലപ്പോൾ കിട്ടുമായിരിക്കും, പറയാൻ പറ്റില്ല, അല്ലേ? അങ്ങനെ ചെയ്യാമല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങൾക്ക് തയ്യാറാണോ? ഇപ്പൊ നിങ്ങൾ തയ്യാറാവാത്ത എന്താ അറിയോ? കാശ് കൊടുക്കണ്ടേ, അപ്പൊ എങ്ങനെ പറ്റും? അപ്പൊ തീർന്നു, അവിടെ കംപ്ലീറ്റ് കട്ടായി, അല്ലേ? ആ സാധനം അവിടെ നിർത്തി. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആലോചിക്കണം, എനിക്ക് എന്തായാലും പങ്കെടുക്കണം. എവിടെ നിന്ന് വരുന്നു ഒന്നും എനിക്കറിയണ്ട. ചിലപ്പോൾ അത് ഫ്രീ ആയിട്ട് കിട്ടിയല്ലോ, ചിലപ്പോൾ ആരെങ്കിലും എന്റെ പൈസ കൊടുത്തെന്ന് വരാം, അല്ലെങ്കിൽ എനിക്ക് എവിടുന്ന് കാശ്, എന്തും ആയിക്കോട്ടെ. ഫസ്റ്റ് തിങ്സ്, ടേക്ക് എ ഡിസിഷൻ. യു വാണ്ട് ഓർ നോട്ട്. നിങ്ങൾക്ക് വേണോ വേണ്ടേ? മാറ്റം ഉണ്ടാവണോ? ഞാൻ ചെയ്യാൻ തയ്യാറാണോ? വഴികൾ 100 വഴിക്കാം, 100 വഴികൾ 100അല്ല 1001 വഴികൾ തുറന്നു തരുന്നു. എപ്പോഴാ ടൈം? നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കണം. നിങ്ങൾക്ക് ടൈമിനെ പറ്റി എപ്പോഴായാലും എന്താ, നിങ്ങൾ തയ്യാറായ പോരെ. നിങ്ങൾ ആദ്യം തയ്യാറാവൂ. എപ്പോ എന്താണെന്നറിയോ? ആ സമയം ശരിയാണെങ്കിൽ ഞാൻ തയ്യാറാ. അപ്പൊ നേരത്തെ പറഞ്ഞെല്ലാം പോയില്ലേ? നിങ്ങൾ ഈ സമയത്ത്, എന്റെ സമയം ഇതാണ്, ഈ സമയത്ത് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ മാറിക്കോളാം, അല്ലെങ്കിൽ ഞാൻ മാറില്ല, അല്ലേ? ഇതല്ലേ എന്റെ കണ്ടീഷൻ. ഇതിനോട് പറയാണ്, എനിക്ക് ഈ സമയത്ത് തന്നെ വന്നാൽ ദൈവേ 1 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യും, ഈ സമയത്ത് വന്ന് എന്നെ കാണാം, എല്ലാ സമയത്ത് എന്നെ കാണാൻ പറ്റും, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറയുന്ന പോലെയല്ലേ ഈ പറയണത്. എപ്പോഴാണ്, എങ്ങനെയാണ്, ഇതൊന്നുമല്ല. നമ്മൾ തീരുമാനിക്കും, ആദ്യം ഡിസൈഡ് ചെയ്യും. എനിക്ക് ഇന്നലെ കാര്യങ്ങൾ കടന്നുപോയാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും, ഞാനത് ഫോളോ ചെയ്യും. ബാക്കിയെല്ലാം അവിടെ വെച്ച് കാണാം. കുളിക്കാൻ കയറാൻ പോകുമ്പോൾ നിങ്ങൾ വെള്ളം എടുത്തിട്ട് പോവോ, അവിടെ വെള്ളം ഉണ്ട് എന്ന് ഉറപ്പിച്ചു പോയി കുളിക്കാൻ പോകും? വെള്ളം എടുത്തോണ്ടോ പോവല്ലേ? അല്ലെങ്കിൽ വെള്ളമില്ല, കുളിക്കാൻ തീരുമാനിച്ചു, വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, അല്ലെങ്കിൽ ആ ബാത്റൂം വെള്ളം ഉണ്ടോ എന്ന് ഉറപ്പിച്ചിട്ടാണ് കുളിക്കാൻ പോകുന്നത്. ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക് അങ്ങോട്ട് നടന്ന് കയറി പോകും. അവിടെ എത്തി തുറക്കുമ്പോഴായിരിക്കും വെള്ളം ഇല്ലെങ്കിൽ, എന്നാൽ പിന്നെ വെള്ളം ഇല്ലാന്ന് ചിന്തിക്കുന്നത്. അതുവരെ നമ്മൾ ചിന്തിക്കാറില്ലല്ലോ. അങ്ങനെ ആവാവും. അല്ലെ കുളത്തിൽ ഇറങ്ങുന്നവൻ എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ, അയ്യോ കുടിക്കാൻ ഒരു കപ്പ് വെള്ളം കൂടി കൊണ്ടുപോകണം ചിന്തിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? പുഴയിൽ ഇറങ്ങാൻ പോവാണ്, അവൻ എപ്പോഴും ആലോചിക്കണ്ടോ, കുടിക്കാൻ ഒരു ബോട്ടിൽ വെള്ളം കൂടി കൊണ്ടുപോകണം ചിന്തിക്കാറുണ്ടോ? എന്തേ ചിന്തിക്കാത്ത? അത് ഉപ്പുള്ള പുഴയാണ്, ഉപ്പില്ലാത്ത പുഴയെന്ന് പോലും ചിന്തിക്കാറില്ല. എന്നിട്ട് ആരെങ്കിലും പുഴയിൽ കയറി കുളിക്കാൻ പോകുന്നവൻ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് പോകുന്നുണ്ടോ? ഇത് കുളിക്കുമ്പോൾ ദാഹം ഉണ്ടാവും, അപ്പൊ കുടിക്കല്ലേ? കുളിക്കുമ്പോൾ ദാഹം ഉണ്ടാവുമല്ലോ, അല്ലേ? കുളിക്കുമ്പോൾ ദാഹം, എന്നാ പിന്നെ ഈ ഒരു ബോട്ടിൽ വെള്ളം കുടിച്ചു കളയുന്നുണ്ടോ? ഇല്ല. അപ്പൊ മാറണമെങ്കിൽ തീരുമാനിച്ചാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് സംഭവിച്ചോളും. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. മറ്റു ക്ലാസ് ഉണ്ട്, പോട്ടെ, കുറെ നേരം പറഞ്ഞതായി. അപ്പോൾ എല്ലാവർക്കും മാറ്റം ഉണ്ടാക്കുക. ഈ ലോ എനർജിയിൽ നിന്ന് ഹൈ എനർജിയിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സമ്പത്ത് നിങ്ങൾക്ക് അവിടെ ഉണ്ടാകുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചു. ഇതുപോലെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കോഴ്സിനെ പറ്റിയൊക്കെ പറയാനുണ്ട്. ജേർണി ടു ഹാപ്പിനെസ്, ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം എടുത്ത് ഓരോന്നും പറയുന്നത്. നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കി കാണുമ്പോൾ മാത്രമേ എനിക്ക് സംതൃപ്തിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് ഓരോ ആളെയും ചെവി പിടിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പോസിബിൾ അല്ല. അങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാലും മാറ്റം ഉണ്ടാവില്ല. അവനവന്റെ അകത്ത് നിന്ന് മാറ്റം ഉണ്ടാവണം. അവനവന്റെ അകത്ത് മാറ്റം ഉണ്ടാവും. അവനവൻ തയ്യാറാവണം.
ജസ്റ്റ് ദൈവത്തിലെല്ലാം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ള കടമ ചെയ്യുക. ബാക്കി ഓട്ടോമാറ്റിക് സംഭവിച്ചിരിക്കും. അതാണ് പ്രകൃതി തത്വം. ഈ പറഞ്ഞതൊക്കെ പ്രകൃതി തത്വങ്ങളാണ്. അതിന് തയ്യാറായ മാത്രം മതി. ഞാൻ ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഇതിന് ബാക്കി സംസാരിക്കാൻ സമയമില്ല. അടുത്ത ക്ലാസ്സും അടുത്തത്. മറ്റൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഫ്രീ സെഷൻ ഉള്ളത് ആഴ്ചയിൽ ഒന്നിടവിട്ടാണുള്ളത്. അതുകൊണ്ട് എല്ലാ ദിവസവും ക്ലാസ് ഇല്ല. ഒരു ദിവസം ഇന്ന് ഫ്രീ സെഷൻ ഉണ്ടാവും, നാളെ ഉണ്ടാവില്ല, മറ്റന്നാൾ. കാരണം ഞാൻ മറ്റു പെയ്ഡ് സെക്ഷനാണ് ബാക്കിയുള്ള ദിവസം എടുക്കുന്നത്. ദുബായ് UAE ഗ്രൂപ്പിന് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിന് വേണ്ടിയിട്ടാണ് മറ്റൊരു ദിവസം ഉള്ളത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഒരു ദിവസം ഇടവിട്ട് മിഡിൽ ഈസ്റ്റുകാർക്ക് മാത്രമായിട്ട് ക്ലാസ് ഉണ്ട്. അപ്പോൾ മിഡിൽ ഈസ്റ്റ് വിഷയങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. പ്രവാസികളുടെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസം നിങ്ങൾക്ക് പബ്ലിക്കായിട്ടുള്ള മലയാളീസിന് ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ക്ലാസ്സും മറ്റൊരു ദിവസം രാത്രി കുറച്ച് ലേറ്റ് ആയിട്ട് പ്രവാസികൾക്കുള്ള ക്ലാസ്സുമാണ് നടക്കുന്നത്. ബാക്കിയുള്ള പെയ്ഡ് സെക്ഷൻസ് എല്ലാ ദിവസവും ഉണ്ട്. ഓരോ ക്ലാസ്സുകൾ മാറി മാറി എല്ലാ ദിവസവും പെയ്ഡ് സെക്ഷൻസും ഉണ്ട് എന്ന് മാത്രം. ഇപ്പോൾ യോഗ ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്യാനുള്ളവർ ഇത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുള്ളൂ. മെഡിറ്റേഷൻ ജോയിൻ ചെയ്ത് ഇപ്പൊ തന്നെ ചാടി കയറിക്കോളൂ. ആ വിഷൻ ബോർഡ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വിഷൻ ബോർഡിലേക്ക് പോകാനായി. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു.